സ്തോത്രം. ഈ രാത്രിയിലും യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു. കർത്താവ് നമ്മെ തൊടുവാൻ പോകുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. ഇതൊരു വിടുതലിന്റെ രാത്രിയാക്കി ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കർത്താവ് പകരുകയാണ്. പ്രതീക്ഷയുടെ നമുക്കായിരിക്കാം. അവിടെ പ്രതീക്ഷയുണ്ട്. അവിടെ മാത്രമേ ദൈവത്തിന്റെ വിലയേറിയ പ്രവൃത്തി ഇറങ്ങത്തുള്ളൂ. റൺവേയിൽ മാത്രമേ വണ്ടി ലാൻഡ് ചെയ്യത്തുള്ളതുപോലെ, വിമാനം ലാൻഡ് ചെയ്യത്തുള്ളതുപോലെ പ്രതീക്ഷിക്കുന്ന ജനത്തിൻ്റെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഈ രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൂതന്മാരിൻ ഭോജനത്തിനായി നിൻ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൻ ഭോജനത്തിനായി നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങെപ്പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ. അങ്ങെപ്പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ. അറിയാന്നുള്ള കരങ്ങൾ അടിച്ചു പാടിക്കേ. യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഓ യേശുവെപ്പോലാരുമില്ല. എല്ലാവരും കരങ്ങൾ അടിച്ച് യേശുവെപ്പോലാരുമില്ല, യേശുവെപ്പോലാരുമില്ല. ഹല്ലേലൂയ. യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. പാടുക. കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. എല്ലാവരും ചേർന്ന് കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും മരണത്തിൻ പാശങ്ങൾ ഹരിച്ചു, ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ ഹരിച്ചു, ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവരെ, അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവരെ. ഓ യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെപ്പോലാരുമില്ല. ഹല്ലേലൂയ. യേശുവെപ്പോലാരുമില്ല. യേശുവെപ്പോലാരുമില്ല, യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യ
കരങ്ങളടിച്ച് സഭ പാടിക്കേ. രണ്ട് കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ആ വലിയ നാമത്തെ മഹത്വപ്പെടുത്തിയാണ്. എല്ലാവരും ശബ്ദമുയർത്തി ശബ്ദമുള്ള എല്ലാവരും ശബ്ദം ഉയരട്ടെ. Thank you Jesus, thank you Jesus, thank you Jesus. മോശയുടെ കരമുയർത്തിയപ്പോൾ താഴ്വരകളിൽ ജനത്തിന് ജയമുണ്ടായി. ജയിച്ചവർക്ക് മാത്രം, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കൈവരുത്തുവാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ, കുടുംബത്തിൽ, ശുശ്രൂഷയിലൊക്കെ ജയം 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 വേണമെന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ, ആ ശബ്ദം ഉയരട്ടെ. നിങ്ങൾ സ്തുതിക്കുന്ന സ്വരം നിങ്ങൾ തന്നെ കേൾക്കട്ടെ. സ്വർഗത്തിൽ താഴെ, ഭൂമിയിൽ ഭൂമിക്ക് താഴെ, പാതാളത്തിൽ സകല നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. എത്ര പേർ വിശ്വസിക്കുന്നു? യേശു പാടിയാട്ടെ. യേശു യേശു ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. വർഷങ്ങൾക്ക് മുമ്പ് കോശി തലക്കൽ എന്നു പേരുള്ളതായ ഒരു കർത്താവിൻ്റെ ദാസൻ തൻ്റെ ഭാര്യ അത്യാസന്നമായ നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഡോക്ടർമാർ കൈമലർത്തി. ഡോക്ടേഴ്സ് പറഞ്ഞു എന്തും സംഭവിക്കാം, മേ ബി അവർ ഈ ഓപ്പറേഷൻ ഈ ICUയിൽ നിന്ന് പുറം ലോകം കാണത്തില്ല. സ്തോത്രം. മെഡിക്കൽ സയൻസിനെ ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. സോ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു. ഒരു ഓപ്പറേഷനോ മറ്റു യാതൊരു കാര്യത്തിനും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ആ ഓപ്പറേഷൻ ആ ICUവിൻ്റെ വാതുക്കൽ, ആ ഇൻറ്റൻസിറ്റി കെയർ യൂണിറ്റിൻ്റെ വാതുക്കൽ നിന്ന് തൻ്റെ ഹൃദയം തകർന്നു. രാത്രി നമ്മൾ വീണ്ടും കേൾക്കുവാൻ വേണ്ടി പോകുന്ന എവിടെ ജനം ഒറ്റയ്ക്ക് കരയുന്ന അവിടെ ദൈവം ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുന്നവനത്ര. അയ്യോ, എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്ന എവിടെയാണോ നമ്മൾ ഒറ്റയ്ക്ക് കരയുന്നത് അവിടെ ഇന്ന് രാത്രിയിലും ദൈവം പെട്ടെന്ന് പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുന്നതാണത്ര. സാരാത്രി ദൈവം അവിടെ നിന്ന് വിതുമ്പുമ്പോൾ തൻ്റെ ഹൃദയം നിറഞ്ഞ്, തൻ്റെ ഹൃദയം തകർന്ന് കണ്ണുകൾ നനഞ്ഞൊഴുകുമ്പോൾ റോമർക്കറിൽ ലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യം തൻ്റെ ഹൃദയത്തിൽ ഓടി വന്നു. ഒരു ദൈവം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതും തിന്മയ്ക്കായിട്ടല്ല, പിന്നെയോ സകലതും നന്മയ്ക്കായിട്ടത്രേ. നന്മയ്ക്കായിട്ട് നല്ല നിർജീവിതമാകുന്ന ക്യാൻവാസിൽ പിശാചും മനുഷ്യനും ഒക്കെ കുറച്ച് ചായം ഇങ്ങനെ നിന്നെ വികൃതമാക്കാൻ വലിച്ചെറിയുമ്പോൾ, നിന്നെ വികൃതമാക്കാൻ ഓരോ പ്രശ്നമായി, ഓരോ പ്രതിസന്ധിയായി, ഓരോ കുറച്ച് ചായം ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ
നീ തൊട്ടാൽ അത് നിന്റെ കൈ ചീത്തയായി പോകും. എന്നാൽ ആണിപ്പഴുതുള്ള കർത്താവിൻ്റെ കരം ചലിക്കുമ്പോൾ അത് മനോഹരമായ ചിത്രമായി അത് പുറത്തു വരും. ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയെങ്കിലും ഇന്നലകളിൽ സാത്താൻ സ്തോത്രം അത് തിന്മയ്ക്കായി എന്തെങ്കിലും വലിച്ചെറിഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോൾ ഇത് നന്മയായത് വെളിപ്പെടും. എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ ഇപ്പോഴും ദൈവത്തിൻ്റെ കൃപയിലുണ്ട്. കമാൻ, എൻ്റെ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടിയാണ്. നന്മയല്ലാതൊന്നും ചെയ്തിടാ തിന്മയാകെ മായിക്കുന്നവൻ. എല്ലാവരും ചേർന്ന് നന്മയല്ല അതൊന്നും ചെയ്തിടാ തിന്മയാകെ മായിക്കുന്നവൻ. അനുഭവിച്ചുകൊണ്ട് ശബ്ദം ഇരട്ടെ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ യേശുവേ പുതുജീവനിൽ പകരും. ആ നാമം ഉയരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ സ്ഥാനത്ത് ചലിക്കുന്ന ദൂതന്മാർ രാത്രിയുടെ നടന്നുകൊണ്ടിരിക്കുന്ന യേശു 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 ഇരുൾ നമ്മെ മൂടിടുമ്പോ അനുഭവിച്ചോർ പണിക്ക് ഇരുൾ നമ്മെ ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ഇരുൾ നമ്മെ മൂടിടുമ്പോൾ യേശുവേ അവനടയും പ്രഖ്യാപിച്ചാണ് ഏത് വ്യക്തിയെക്കാളും ഏത് ശക്തിയെക്കാളും ഏത് ദുരാത്മാക്കളെക്കാളും the name of all other name in heaven and yet and under the earth
യേശു ആരിലും മതിയായി. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ ഉയർത്തി യേശു യേശുവേ നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഇന്ന് രാത്രിയിലും അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നു കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. 2-3 പേരെ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന വാഗ്ദത്ത പ്രകാരം ഈ സാങ്ച്വറിയിൽ ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പായി കർത്താവ് ഇന്ന് രാത്രി അങ്ങയുടെ വിലയേറിയ സാന്നിധ്യത്താൽ, ശക്തിയാൽ, മഹാപ്രവാഹത്താൽ, വലിയ സ്തോത്രം തേജസ്സിന് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കൂടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവമായ സാത്താന്റെ സകല ക്രിയകളെ സ്വർഗത്തിലും ഭൂമിക്കും സർവ്വ അധികാരം പ്രാപിച്ച നസ്രേനി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ചവനമേൽ ക്ഷേമെടുക്കുന്ന ബലവാനെ പിടിച്ചു കെട്ടികെട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയത്തില്ല എന്നാൽ ചെയ്ത യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളെ, ദേശാധിപതിയെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയും ബന്ധിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഈ അന്തരീക്ഷം, യേശുവിന്റെ രക്തത്താൽ ഈ ജനം, യേശുവിന്റെ രക്തത്താൽ ഈ ഹാൾ, ഇതിന്റെ പരിസരം അങ്ങേക്ക് വിശുദ്ധമായിരിക്കുമാറാകട്ടെ. വെയിലാറിയ സമയത്ത് ഏതേൻ തോട്ടത്തിൽ നടന്ന കർത്താവ് ഇന്ന് രാത്രി ഈ ഹാളിന്റെ എല്ലാ കോണുകളും അവിടുന്ന് ചലിക്കും, അവിടുന്ന് ചലിക്കും. എല്ലാ ജനത്തിൽ, എല്ലാ കുടുംബങ്ങളിൽ അവിടുന്ന് ചലിക്കും. അങ്ങനെ ചലനത്തിന്റെയും ശക്തിയുടെയും ദിവസമാക്കും. സ്വർഗത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു കഴിഞ്ഞ കൃപയ്ക്കാണ് നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. 2 കരങ്ങൾ അടിച്ച് എല്ലാ പ്രിയപ്പെട്ട കർത്താവ് നന്ദി പറഞ്ഞു ശക്തിയോടെ. Let's put our hands together and bless the holy name of God. Praise the Lord. ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി. കടന്നു വരിക ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിന്നത്രേ ഈ 3 രാത്രികൾ നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ മർക്കോസ് വിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. The Gospel of Luke chapter 4 verse 18 parallel to the Gospel of Saint Mark chapter 5 first 8 verses 1 to 8. Mark chapter 5 1 to 8. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ലൂക്കോസ് 4:18. വൃദ്ധന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. വൃദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും ദൈവത്തിന്റെ കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അങ്കിൾ അതേപോലെ തന്നെ മർക്കോസ് വിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെ വായിച്ചാട്ടെ. എല്ലാം വായിക്കാൻ നമുക്ക് നേരമില്ല. നമുക്ക് ആ സ്റ്റോറി അറിയാം, ആ സംഭവം അറിയാം. സ്തോത്രം. മർക്കോസ് വിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 5 1 മുതൽ 8 വരെ. അവർ കടലിന്റെ അക്കരെ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞ് പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണായ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചു. മതി 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 മതി. അടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയല്ല. ഇടതും വലതും ഇരിക്കുന്നത് തീവ്രവാദിയല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ
അവരെ തൊട്ട് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം. പട്ടിയും പൂച്ചയും ഹ്യൂസ്റ്റണിൽ ചിരിക്കത്തില്ല, മനുഷ്യൻ ചിരിക്കും. സ്തോത്രം. അടുത്തിരിക്കുന്നതിന് തൊട്ട് മുഖത്ത് നോക്കി ഒന്ന് പറയണം, കർത്താവ് വിടുതലിൻ്റെ ദൈവമാണ്. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവ് വിടുതലിൻ്റെ ദൈവമാണ്. കർത്താവ് വിടുതലിൻ്റെ ദൈവമാണ്. വണ്ടർഫുൾ. കർത്താവ് ഇന്ന് രാത്രിയിലും അവൻ വിടുതലിൻ്റെ ദൈവം അത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് യോർദാന്റെ കരയിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. ഏതോ പുരോഹിതന്റെ മേൽ, പ്രവാചകന്റെ മേൽ, രാജാവിന്റെ മേൽ വന്നതുപോലെയല്ല യേശുവിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വന്നത്. പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ കടന്നു വന്നു. 40 ദിവസം കർത്താവ് മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ അവൻ പുറത്തേക്ക് ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. ഗലീലയ്ക്ക് കർത്താവ് കടന്നുപോയി. ഇന്നും നിങ്ങൾ കപ്പർനഹൂമിലേക്ക് പോകുമ്പോൾ അവിടെ വഴികാട്ടി കാണിച്ചു തരുന്നതായ ഒരു സ്തോത്രം, അത് ദേവാലയമുണ്ട്, അല്ലെങ്കിൽ ഒരു സിനഗോഗുണ്ട്. ഓൾമോസ്റ്റ് ഈ സാങ്ച്വറിയുടെ അത്രയും വലിപ്പമുള്ളതായ സ്ഥലത്ത് സ്തോത്രം, അതേ ദൈവപുത്രനായ യേശു എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പറഞ്ഞു. സ്തോത്രം, അല്ലെങ്കിൽ ദൈവവചനം വായിച്ചു. അന്ന് ആദ്യമായിട്ടല്ല യേശു കർത്താവ് ദൈവവചനം അതേ പറയുന്നത്. സ്തോത്രം, 12-ാം വയസ്സിലും യേശു കർത്താവ് 3 ദിവസം ഇടപെടലില്ലാതെ ദൈവത്തിന്റെ വചനം പറഞ്ഞതത്രേ. യെരൂശലേം ദേവാലയത്തിൽ ഇന്നാണെങ്കിൽ ഡബിൾ ഡോക്ടറേറ്റ്, ട്രിപ്പിൾ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതായ പരീശന്മാർ, ന്യായശാസ്ത്രിമാരുടെ നടുവിൽ 12 വയസ്സ് പ്രായമുള്ളതായ ഒരു ചെറുക്കൻ കയറി നിന്ന് ദൈവവചനം പറയുകയാണ്. സ്തോത്രം. മറിയ 3 ദിവസം കളിക്കളത്തും ഫ്രണ്ട്സിന്റെ നടുവിലും റിലേറ്റീവ്സിന്റെ നടുവിലും അവനെ നോക്കി, പക്ഷെ കണ്ടതേ ഇല്ല. ഒരു ദിവസം പോയി, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. ഈ കൊണ്ടു നടക്കാൻ പ്രയാസമാണ്, കളയാൻ വളരെ എളുപ്പമാണ്. കർത്താവെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. സ്തോത്രം. സ്തോത്രം. കൊണ്ടു നടക്കാൻ വളരെ പ്രയാസം. ഒരു ദിവസം പോയത് തിരിച്ചു കിട്ടാൻ 3 ദിവസം എടുത്തു. സ്തോത്രം. അവസാനം വന്ന് അതേ മറിയ നോക്കുമ്പോൾ ഇതാ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുൻപിൽ സ്തോത്രം അവിടെ നടുവിൽ അവൻ ഇരിക്കുകയാണ്. അവന് അമ്മ അവൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന കണ്ടപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു കാണും, ഈ കുഞ്ഞിന് വചനം ഒത്തിരി അറിയാം, ഈ കുഞ്ഞിന് വചനം ഒത്തിരി അറിയാം. പക്ഷേ തമാശ പറയാതെ, അവന് വചനം അറിയാമെന്ന് പറയാതെ, അവനാണ് വചനം. അവനാണ് വചനം. അവന് വചനം അറിയാമെന്നല്ല, അവനാണ് വചനം. സ്തോത്രം. എന്നാൽ വേദപുസ്തകം പറയുന്നു തുടർന്നും സ്തോത്രം 18 വർഷക്കാലത്തോളം കർത്താവ് വീണ്ടും മറഞ്ഞിരുന്നു. ഏറ്റവും വലിയ ശുശ്രൂഷ മനുഷ്യന്റെ മുൻപിൽ നിറഞ്ഞാടുന്നതല്ല, ദൈവത്തിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷ. 30 വർഷക്കാലം കർത്താവായ യേശു പിതാവായ ദൈവത്തെ തൃപ്തിപ്പെടുത്തി. 30 വർഷക്കാലം സ്തോത്രം പിതാവായ ദൈവത്തെ അവൻ തൃപ്തിപ്പെടുത്തി. 3.5 വർഷക്കാലം അവന്റെ അടുത്ത് വന്ന എല്ലാവരെയും പിതാവായ ദൈവം അവനിലൂടെ തൃപ്തിപ്പെടുത്തി. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ സ്തോത്രം അതേ 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് ആത്മാവിന്റെ ശക്തിയോടെ അവനെ കടന്നു വന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നിട്ട് യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവനിതാ വായിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് എവിടെയാണ് ഉള്ളത്, അവിടെ വിടുതലുണ്ട്. ദൈവത്തിന് ആത്മാവുള്ളിടത്ത് വിടുതലുണ്ട്. ദൈവത്തിന് ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വെള്ളമാണോ അത് നനയ്ക്കുന്നതാണ്, തീയാണോ അത് പൊള്ളിക്കുന്നതാണ്, കറണ്ടാണോ അത് അടിക്കുന്നതാണ്, കാറ്റാണോ അത് വീശുന്നതാണ്. ഇതുപോലെ ദൈവാത്മാവാണോ അവൻ വിടുവിക്കുന്നവനാണ്. അയ്യോ സ്തോത്രം. വെള്ളമേ ഒന്ന് നനയ്ക്കണമേ എന്ന് പറയേണ്ട, വെള്ളം സ്തോത്രം അത് നനയ്ക്കും. തീയെ ഒന്ന് പൊള്ളിക്കണമേ, ഒന്ന് ചൂടായിരിക്കണമേ എന്ന് പറയേണ്ട, അത് തീയാണോ അത് ചൂടുള്ളതാണ്. കാറ്റാണോ അത് അടിക്കണമേ എന്ന് പറയേണ്ട, കാറ്റ് അത് അടിക്കുന്നതാണ്. ദൈവാത്മാവ് ഇതുപോലെ സ്തോത്രം ബന്ധനം കണ്ടേച്ചു പോകത്തില്ല, എത്ര കെട്ടുണ്ടെന്ന് നോട്ടമിടത്തില്ല. ദൈവാത്മാവ് ഉണ്ടോ അവിടെ വിടുതലും തന്നെ ഉണ്ടായിരിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, വേദപുസ്തകം അത് കെട്ടിന്റെ പുസ്തകമല്ല, അത് വിടുതലിന്റെ പുസ്തകം അത്രേ. സ്തോത്രം. അതെ, വേദപുസ്തകം അതൊരു വിടുതലിന്റെ പുസ്തകം അത്രേ. 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്, 2-ാമത്തെ പുസ്തകം പുറപ്പാടാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു ഉൽപ്പത്തി നിന്റെ ഉള്ളിൽ ഉണ്ടായാൽ, അർത്ഥം യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ ഒരിക്കലും ഒരു ശാപത്തിലോ ഒരു സ്തോത്രം അത് ഒരു ബന്ധനത്തിലോ നിന്നെ ഇട്ട് പൂട്ടുവാൻ പിശാചിന് കഴിയത്തില്ല. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൂട്ടിലും സാത്താൻ നിന്നെ ഇട്ട് പൂട്ടുവാൻ കഴിയത്തില്ല. കാര്യം ഒരു ഉൽപ്പത്തി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒരു പുറപ്പാടുണ്ട്. മനസ്സിലാകുന്നു? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്നെ അത് കെട്ടിയിടുവാൻ ഒരു ഭൂതത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരിക്കലും കഴിയത്തില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിശ്ചയമായി സ്തോത്രം അതേ ഒരു വിടുതലിന്റെ ജീവിതത്തിലേക്ക് അത്രേ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. യേശു കർത്താവ് വിടുതലിന്റെ ദൈവമാണ്. ദൈവം വിടുതലിന്റെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി, വിടിവിക്കപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ദൈവം വിടുതലിന്റെ ദൈവമാണ്. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ ദൈവം വിടുവിക്കുന്നവൻ അത്രേ. അപ്പോൾ ചിലർ ചോദിക്കും, സ്തോത്രം, അപ്പൊ എനിക്ക് വരുന്നതായ ഈ പ്രശ്നം എന്തിനാണ്? ഞാൻ പറയട്ടെ, നീ പ്രശ്നം മാത്രമേ കണ്ടുള്ളൂ, എന്നാൽ ദൈവത്തിന്റെ പക്കൽ പരിഹാരമുണ്ട്.
രക്ഷിക്കപ്പെട്ട കൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഓൾറെഡി പരിഹാരമുണ്ട്. സ്തോത്രം. യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, തിരുവചനം പറയുന്നു, യോർദാന്റെ മുൻപിൽ ഇസ്രായേൽ ജനം നിൽക്കുന്നതിന് മുൻപ് ആദ്യം ദൈവം പെട്ടകം കൊടുത്തു. പെട്ടകം കൊടുത്തിട്ടാണ് യോർദാനെ ദൈവം കാണിച്ചത്. ആദ്യം പെട്ടകം, പിന്നെ യോർദാൻ. സ്തോത്രം. അതെ, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ ചവിട്ടിയപ്പോൾ യോർദാൻ വിഭാഗിക്കപ്പെട്ടു. ഈ രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ഏതെങ്കിലും യോർദാൻ നിന്റെ മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്നു എങ്കിൽ നീ അതിന്റെ പരിഹാരം നീ കണ്ടില്ല, അതിന്റെ പരിഹാരം ഇതുവരെ നീ തൊട്ടില്ല, ആ പരിഹാരം ഇതുവരെ നിന്റെ അടുത്ത് വന്നില്ല. പക്ഷെ എന്റെ കർത്താവ് പറയുന്നു, ഓൾറെഡി എന്റെ പക്കൽ അതിന് പരിഹാരമുണ്ട്. എന്റെ പക്കൽ പരിഹാരം ഉള്ളത് കൊണ്ടത്രേ ഞാൻ പ്രശ്നം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചത്. സ്തോത്രം. അതെ, പ്രശ്നം നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചുവെങ്കിൽ 110%, 100% എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ ഇംഗ്ലീഷിൽ തെറ്റായിരിക്കാം. സ്തോത്രം. അതെ, 100% ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരം ഉണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ പരിഹാരം ഉള്ളത് കൊണ്ടാണ് ആ പ്രോബ്ലം നിന്റെ മുൻപിൽ ഉള്ളത്. സ്തോത്രം. പരിഹാരമുണ്ടോ? യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ കൃപയാൽ വിടുതലും ഉണ്ട്. അവൻ വിടുവിക്കുന്നവനത്രേ. ഈ രാത്രിയിലും കർത്താവ് വിടുവിക്കുന്നവനാണ്. യേശുവിൻ നാമത്തിൽ അവൻ ഇന്നും വിടുവിക്കുന്നവനത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ലോകത്തിൽ ചലിക്കുന്നതായ സമയത്ത് 3.5 വർഷക്കാലം യേശുവിന്റെ ശുശ്രൂഷയുടെ 70%, 70% ഹീലിംഗും ഡെലിവറൻസും ആയിരുന്നു. നിങ്ങൾ കേട്ടോ എന്നറിയത്തില്ല. സ്തോത്രം. യേശു കർത്താവിന്റെ ശുശ്രൂഷവേളയിൽ 70% അത് ഹീലിംഗും ഡെലിവറൻസുമായിരുന്നു. അത് വിടുതലിന്റെ ശുശ്രൂഷയായിരുന്നു. 7 പോയിന്റ് 4 പോയിന്റ് എന്ന് പറഞ്ഞല്ല കർത്താവ് നടന്നത്. സൗഖ്യമാകാൻ 7 പോയിന്റ്, വിടുതൽ പ്രാപിപ്പാൻ 4 സ്റ്റെപ്പ് ഇത് പറഞ്ഞല്ല യേശു നടന്നത്. യേശുവിന്റെ ശുശ്രൂഷ, സ്തോത്രം, പോയിന്റ് എന്നതല്ല. യേശു കർത്താവ് വിടുതലിന്റെ ശുശ്രൂഷയുമായിട്ട് അത്രയും മുന്നോട്ട് പോയത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. നോക്കണമേ, അങ്ങനെ വിടുതലിന്റെ ശുശ്രൂഷയുമായി കർത്താവ് മുന്നോട്ട് പോയി. അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു, he was doing good and healing all those who are oppressed by the devil. സ്തോത്രം. അതിന്റെ മുൻപിൽ വന്നതായ സകല ജനത്തെ കർത്താവ് സൗഖ്യമാക്കി. 4 സുവിശേഷങ്ങളിൽ 24 പ്രാവശ്യം നിങ്ങൾക്ക് വായിപ്പാൻ തക്കോണം കഴിയും. often he healed them all. 24 പ്രാവശ്യം അവൻ എല്ലാവരെയും സൗഖ്യമാക്കി. യേശു കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കി. പിന്നെ ബന്ധനമുള്ളവർ, രോഗമുള്ളവർ യേശുവിന്റെ ഓഡിയൻസിൽ ഇല്ല. അത്ര ഭയങ്കരമായി കർത്താവ് ഗംഭീരമായി സൗഖ്യമാക്കി. ലോകം കണ്ട ഏറ്റവും വലിയ എവാഞ്ചലിസ്റ്റ് ഓറൽ റോബർട്ട്സ് അല്ല, ലോകം കണ്ട ഏറ്റവും ശക്തനായ അഭിഷിക്തൻ കർത്താവായ യേശു അത്രേ. അങ്ങനെ നോക്കണമേ. സ്തോത്രം. ഒരു ദിവസം ഇതാ ഗലീല കടലിന് അരികിലായി, അല്ലെങ്കിൽ ഗന്നസരേത്ത് തടാകത്തിന് അരികിലായി ഒരു കിന്നരത്തിന്റെ, ഒരു ഹാർപ്പിന്റെ ആകൃതിയിലാണ് ആ കടൽ കിടക്കുന്നത്. ആ കടലിന്റെ സ്തോത്രം ഒരു സൈഡിലായി ഇതാ കാണപ്പെടുന്നതായ മൗണ്ടൻ ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ ആ പർവ്വതത്തിന്റെ സ്തോത്രം അരികിൽ പുരുഷന്മാർ മാത്രം 5000 പേർ കൂടി വന്നു. പുരുഷന്മാർ മാത്രം 5000. വേദപുസ്തകം അനുസരിച്ച് അന്ന് 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 10000 സ്ത്രീകളുണ്ടായിരിക്കും. 10000 സ്ത്രീകളുണ്ടെങ്കിൽ 20,000 ഇവിടെ അവിടെ എവിടെയായി, ഈ ഹാളിൽ അവിടെ എവിടെയായി കുസൃതി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ 20,000 കുട്ടികളുണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 10000 സ്ത്രീകളുണ്ടായിരിക്കും. 10000 സ്ത്രീകളുണ്ടെങ്കിൽ 20,000 കുട്ടികളുണ്ടായിരിക്കും. സ്തോത്രം. വലിയൊരു പുരുഷാരം, വലിയൊരു പുരുഷാരം. ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ മൈക്കൽ ജാക്സൺ അല്ല, ഹോളിവുഡിന്റെ ഏതോ സൂപ്പർ സ്റ്റാർ അല്ല. സ്തോത്രം. ഷാരൂഖിന്റെ പനിനീർ പുഷ്പമായ കർത്താവ് യേശു അത്രേ. ആ വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന്, നിങ്ങൾ മത്തായി സുവിശേഷം 8-ാം അധ്യായം, അതുപോലെ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം, അതുപോലെ ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഈ വലിയ പുരുഷാരത്തെ കർത്താവ് വചനം പറഞ്ഞ് അതിനു മുൻപ് അപ്പം കൊടുത്ത് നിർബന്ധിച്ച് പറഞ്ഞേക്കുക, ഒന്ന് പോ, നിർബന്ധിച്ച് പറഞ്ഞേക്കുക, ഒന്ന് പോ, പെട്ടെന്ന് പോ, നിർബന്ധിച്ച് ആ ക്രൗഡിനെ പറഞ്ഞേക്കുക, ഒന്ന് പോയാട്ടെ, നിർബന്ധിച്ച് പറഞ്ഞേക്കുക. അപ്പോൾ എൻ്റെ തിരുവനന്തപുരത്തിൽ എനിക്ക് തോന്നി ഈ ക്രൗഡിനേക്കാൾ വലിയൊരു ക്രൗഡിൻ്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയായിരിക്കും കർത്താവ് ഈ ധൃതി കൂട്ടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം നമ്മൾ സാധാരണ നമ്മൾ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത് എത്ര പേര് വന്നു എന്നാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം, ആര് വന്നില്ലെങ്കിൽ കർത്താവ് ഉണ്ടെങ്കിൽ അതെല്ലാം മഹായോഗങ്ങളാണ്. സ്തോത്രം. നമ്മളെ ചിലപ്പോൾ മീറ്റിങ്ങിൻ്റെ നീളവും ഉയരവും ഒക്കെ, നമ്മൾ നീളവും വീതിയും ഒക്കെയാണ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നതിൻ്റെ ഉയരവും ആഴവും മാത്രമേ നോക്കുന്നത്. സ്തോത്രം. വലിയ ജനക്കൂട്ടത്തെ യേശു കർത്താവ് ഇതാ പറഞ്ഞയച്ച്, വലിയ ജനക്കൂട്ടത്തെ വെറുതെ പറഞ്ഞയച്ചില്ല, തൃപ്തിപ്പെടുത്തി പറഞ്ഞയച്ച്. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൻ്റെ ആരംഭ ദിവസം കർത്താവ് ഈ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തി അയക്കുന്ന ദൈവത്തിലേക്ക് സ്തോത്രം. കാരണം നിങ്ങൾ വന്ന ഒരു പ്രാസംഗിൻ്റെ അടുക്കിലേക്കല്ല, ഒരു സംഘടനയുടെ അടുക്കിലേക്കല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുമായി യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നതുകൊണ്ട് ഇന്ന് രാത്രി തൃപ്തിപ്പെട്ട് മാത്രമേ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ.
യേശു കർത്താവ് ജനത്തെ തൃപ്തിപ്പെടുത്തി ഇതാ നിർബന്ധിച്ച് നിർബന്ധിച്ച് പറഞ്ഞേക്കും ഒന്ന് പോയാട്ടെ, പിന്നെ കാണാം, ഒന്ന് പോയാട്ടെ. അപ്പോഴേക്കും ശിഷ്യന്മാരത് പറഞ്ഞു, പിന്നെ നമുക്ക് അക്കരയ്ക്ക് പോകണം കേട്ടോ. അപ്പോഴേക്കും തിരിഞ്ഞ് കർത്താവ് പറഞ്ഞു കാണും, സ്തോത്രം, അതെ, ഒന്ന് പോയാട്ടെ. ജനത്തെ അവൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുക. സോ എൻ്റെ മനസ്സിൻ്റെ സ്തോത്രം കണ്ണുകൾ ഒന്ന് തുറന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കണ്ടത് ആ തെബ്രിയാസ് കള്ളന് അക്കരയ്ക്ക് അവനിങ്ങനെ നോക്കുന്നുണ്ട്, എന്തോ പ്രതീക്ഷിച്ചിട്ട് അക്കരയ്ക്ക് നോക്കുന്നുണ്ട്. കർത്താവേ, നീ എന്ത് കേട്ടിട്ട് അക്കരയ്ക്ക് നോക്കുന്നത്? എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ തിരമാലയുടെയും ഈ കാറ്റിൻ്റെയും ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റാത്തത് ഇന്ന് രാത്രിയും കർത്താവ് കേൾക്കുന്നുണ്ട്. സ്തോത്രം. പുരുഷാരത്തിൻ്റെ ശബ്ദമാണ് ശിഷ്യന്മാർ കേട്ടത്, ആ കാറ്റിൻ്റെ ശബ്ദം ശിഷ്യന്മാർ കേട്ടത്. തിബിരിയാസ് കടലിൻ്റെ ആ ഓളങ്ങളുടെ ആരവരമാണ് ശിഷ്യന്മാർ കേട്ടത്. കാറ്റിൻ്റെയും ഓളങ്ങളുടെയും തിരമാലയുടെയും ഒക്കെ ശബ്ദം ശിഷ്യന്മാർ കേട്ടപ്പോൾ ഒരുത്തൻ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുന്ന സ്വരം യേശു കേട്ടു. അയ്യോ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഒരുത്തൻ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുന്ന സ്വരം യേശു കേട്ടു. ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുന്ന സ്വരം യേശു കേട്ടു. ഇന്ന് രാത്രി നീ അമേരിക്കക്കാരനായിരിക്കാം, അമേരിക്കക്കാരിയായിരിക്കാം. നീ കരയുന്ന ആ കണ്ണുനീർ നിന്റെ വീട്ടുകാർ കണ്ടില്ല, നിന്റെ ഭർത്താവ് കണ്ടില്ല, നിന്റെ മക്കൾ കണ്ടില്ല, നിന്റെ ഭാര്യ കണ്ടില്ല. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഒറ്റയ്ക്ക് കരയുന്നവന് നിന്നെ നിലവിളി ശബ്ദം കേൾക്കുന്നതായൊരു യേശു ഈ രാത്രി സ്തോത്രം, അതെ ഈ ഹാളിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നു, ഒറ്റയ്ക്ക് കരയുന്നു. മനസ്സിലാക്കണം, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് വിൽപ്പത്തിയിൽ മരുഭൂമിയിൽ കിടന്ന് കരഞ്ഞതായ ഒരു ഹാഗറാണെങ്കിലും സ്തോത്രം, അത് കപ്പൽ ഛേദത്തിൽ കിടന്ന് 14 ദിവസം വെളിച്ചത്തിൻ്റെ ചെറിയൊരു കണിക പോലും കാണാതെ നിലവിളിച്ചതായ അല്ലെങ്കിൽ കാത്തിരുന്നതായ ഒരു അപ്പോസ്തലനാണെങ്കിലും അങ്ങ് ദൂരെ പത്മോസിൻ്റെ ദ്വീപിൽ ഒറ്റയ്ക്ക് കിടന്നതായ ഒരു യോഹന്നാനാണെങ്കിലും വേദപുസ്തകത്തിൻ്റെ കവർ നിങ്ങൾ നോക്കുമ്പോൾ ആരാണോ സ്തോത്രം ഒറ്റയ്ക്ക് കരഞ്ഞത്, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിച്ചു. രാത്രി മനസ്സിലാക്കുക, എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം വരും, എങ്ങനെ ഈ പർവ്വതത്തെ എനിക്ക് തരണം ചെയ്യുവാൻ കഴിയും, എങ്ങനെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ ജീവിതത്തിന് ഒരു ഉത്തരം തരുമെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനത്രേ. അവൻ പരിഹരിപ്പാൻ കഴിയാത്തതായി ഒരു കാര്യവുമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ ആരായ അവൻ ഏകനായി മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനത്രേ. ഞാനിങ്ങനെ പറയും, ദൈവത്തിന് ക്ഷമിപ്പാൻ കഴിയാത്തൊരു പാപം ഇല്ല, അവന് സൗഖ്യമാക്കാൻ കഴിയാത്തൊരു രോഗങ്ങൾ ഇല്ല, അവന് തകർക്കാൻ കഴിയാത്തൊരു ബന്ധനങ്ങൾ ഇല്ല, അവന് മാറ്റുവാൻ കഴിയാത്തൊരു ശാപം ഇല്ല, അവന് പരിഹരിപ്പാൻ കഴിയാത്തതായ ഒരു വിഷയങ്ങളും ഇല്ല. കുടുംബങ്ങളെ, വ്യക്തികളെ, ഇന്ന് രാത്രി മുൻപിൽ ഒരു ചോദ്യ ചിഹ്നം ഉണ്ട് എങ്കിൽ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരം തൊടുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് അതൊരു എക്സ്ക്ലമേറ്ററി മാർക്കായി തീരും. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കാണുന്നവർക്കും നിന്നെ അറിയുന്നവർക്കും നീ ഒരു ആശ്ചര്യചിഹ്നമായി നിൽക്കുവാൻ തക്കണം. ദൈവത്തിന് വൻകരം ഇന്നും ചലിപ്പിപ്പാൻ അവൻ ശക്തിയുള്ളവൻ. ഈ രാത്രി നിന്റെ കണ്ണുനീരിനെ, നിന്റെ നിലവിളിയെ യേശു കാണുന്നു. തൻ്റെ മുൻപിൽ വന്നതായ ജനത്തെ നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാരോട് അവന് പറയുന്നു, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം, വന്നേ നമുക്ക് അക്കരയ്ക്ക് പോകാം. അവരെ യാത്ര പുറപ്പെട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അവരിതായി യാത്ര പുറപ്പെട്ട മറുകരയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിച്ച അവനുണ്ടല്ലോ, സ്തോത്രം, ആഹാരം കിട്ടാത്തത് കൊണ്ടല്ല, വസ്ത്രമില്ലാഞ്ഞിട്ടുമല്ല, ജീവിതത്തിന് മറ്റെന്തോ പ്രാരാബ്ദം നിമിത്തമല്ല, അവനിങ്ങനെ സഹായമില്ലാതെ നിലവിളിച്ചത് അവനൊരു ഭൂതഗ്രസ്തനത്രേ. ഹല്ലേലൂയ, അവനൊരു ഭൂതഗ്രസ്തനത്രേ. ഓ, നിങ്ങൾ എന്നോട് ചോദിക്കായിരിക്കും, ഭൂതമുണ്ടോ? ദൈവം ഉള്ളത് യാഥാർത്ഥ്യമുള്ളതുപോലെ ഭൂതവുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സ്തോത്രം കേട്ടിട്ട് അതെ പറക്കുന്നു, തുറച്ച കണ്ണുമായി നോക്കുന്നു എന്ന് പറഞ്ഞ് ബന്ധനത്തെ ഉയർത്താനല്ല ഞാൻ നിൽക്കുന്നത്, യേശുവിനെ ഉയർത്തുവാൻ അത്രേ. പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അവൻ സാത്താനെയല്ല, ബന്ധനങ്ങളെയല്ല, പ്രശ്നങ്ങളെയല്ല ഉയർത്തുന്നത്. പരിശുദ്ധാത്മാവ് എവിടെയും എപ്പോഴും യേശു കർത്താവിനെ മാത്രമേ ഉയർത്താറുള്ളൂ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ചിലരൊന്നും മിണ്ടുന്നില്ല. സ്തോത്രം. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതെ, പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ദൈവാത്മാവ് ചലിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലർ മിണ്ടത്തില്ല. പക്ഷേ ചില യോഗത്തിന് ഇങ്ങനെ ഭൂതമിളകിയാൽ എല്ലാവരും പറയും, ഓ രക്തത്താൽ ചെയ്യാം, ഓ ഗ്ലോറി, സ്തോത്രം. അതുവരെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നതെന്ന് പറഞ്ഞാൽ കുലുങ്ങാത്ത പർവ്വതം പോലെ ഇരിക്കുന്നവർ ഭൂതമിളകുന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതെ സ്തോത്രം ഇങ്ങനെ ചലിക്കാൻ തുടങ്ങാം. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് 25 വർഷമായി കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ബ്രദർ സുരേഷ് ബാബു ഇങ്ങനെ പറയും, ബന്ധുക്കളെ കണ്ടാൽ തിരിച്ചറിയത്തുള്ളൂ.
അവൻ സ്തോത്രം. നോക്കണമേ, അതെ. എന്നാൽ ദൈവാത്മാവ് ചലിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കൽ ദൈവാത്മാവ് ചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഭൂതം വലുതെന്ന് പറയത്തില്ല, ബന്ധനം വലുതെന്ന് പറയത്തില്ല, ക്യാൻസർ വലുതെന്ന് പറയത്തില്ല, HIV പോസിറ്റീവ് വലുതെന്ന് പറയത്തില്ല. സകല നാമത്തിന് മേലായ നസ്രനെ യേശു വലിയവൻ. യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നവനത്രേ പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമം ഈ സാങ്ച്വറിയിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തേ, ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഭൂതഗ്രസ്തനെ കുഞ്ഞെ വലിയൊരു പുരുഷാർത്ഥം വിട്ടിട്ട്, മേ ബി ഒരു 25,000 അല്ലെങ്കിൽ 30,000 അത്ര വലിയൊരു പുരുഷാർത്ഥം വിട്ടിട്ട് ഒരുത്തന് വേണ്ടി യേശു പോവുകയാണ്. ഒരുത്തന് വേണ്ടി ലോകം കണ്ട ഏറ്റവും സക്സസ്ഫുൾ പ്രീച്ചർ, ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലൻ, ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ്, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ വലിയൊരു പുരുഷാർത്ഥം വിട്ടിട്ട് സഹായമില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന കരയുന്ന ഒരുത്തന് വേണ്ടി അവൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് കരയുന്ന ആരോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശു നിന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. യേശു നിന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. യേശു നിന്നെ നോക്കി. ഞാൻ പറഞ്ഞ നിന്റെ കോൺഗ്രസ്മാൻ അല്ല, സ്തോത്രം, നിന്റെ സെനറ്റർ അല്ല, ഏതോ വലിയൊരു ദൈവദാസനല്ല, പ്രവാചകന പാസ്റ്റർ അല്ല. യേശു യഹൂദാ ഗോത്രത്തിലെ സിംഹം. പ്രശ്നം കണ്ടാൽ തലതിരിച്ച് അതേ സ്തോത്രം മടങ്ങാത്തവനായ ദൈവം ഇന്ന് രാത്രി നിന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. അവൻ നിന്റെ അടുക്കലേക്ക് വന്നിട്ട് പോയിട്ട് അടുത്ത ക്രിസ്മസ് സീസണിൽ വാ എന്ന് പറയത്തില്ല. അവൻ പറയും, ഇന്നാണ് വിടുതൽ, ഇപ്പോഴത്തെ ദൈവത്തിന്റെ പ്രവൃത്തി. അവന്റെ പ്രശ്നം കാണാനല്ല വരുന്നത്. യേശു കർത്താവ് സ്തോത്രം, അതെ, അവൻ വരികയാണ്. മറുകരയിൽ കിടക്കുന്ന ഭൂതഗ്രസ്തനെ നോക്ക്. അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുക. അവൻ ആരാ? അവൻ അന്യനല്ല കേട്ടോ. അവൻ അന്യജാതിയിൽപ്പെട്ടവനല്ല. അവൻ യഹൂദന്റെ ബ്രാഞ്ച് ഓഫീസർ. അവൻ യഹൂദനാ. സ്തോത്രം. ഇവൻ എങ്ങനെയാ ഇപ്പുറത്തായത്? ഈ യോർദാന്റെ കരയിൽ ഇപ്പുറത്ത് എങ്ങനെയാണ് വന്നത്? സ്തോത്രം. ഇവൻ യോർദാന്റെ അക്കരെ കിടക്കേണ്ടവരാണല്ലോ, പിന്നെ എങ്ങനെയാ ഇക്കരെ വന്നത്? അതെ, പണ്ട് സ്തോത്രം, അതെ, വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേൽ ഇങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ വരികയായിരുന്നു. വാഗ്ദത്ത നേതൃത്വത്തിൽ, മോശയുടെ നേതൃത്വത്തിൽ ഇതാ വരികയാണ്. മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശത്തോട് അടുത്ത് വന്നപ്പോൾ, വാഗ്ദത്തത്തിൽ കയറിയില്ല, വാഗ്ദത്തോട് അടുത്ത് വന്നപ്പോൾ തന്നെ അവിടുത്തെ ദേശത്തിന്റെ അവസ്ഥ മാറി. നിങ്ങൾ ചിലരെങ്കിലും ഹോളി ലാൻഡ് പോയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ സ്തോത്രം, അത് ഈജിപ്തിലാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഇസ്രായേലിനോട് അടുത്ത് വരുമ്പോൾ സ്തോത്രം, അതെ, അതുവരെയുള്ളതായ ആ ഡ്രൈനസ് എല്ലാം മാറി, മരുഭൂമിയെല്ലാം മാറി, കുറച്ച് തോട്ടങ്ങളും കുറച്ച് പച്ചിപ്പും ഒക്കെ ഇങ്ങനെ കാണും. അപ്പോൾ സ്തോത്ര അപ്പച്ചന്മാർ അമ്മച്ചിമാരെ ഞങ്ങളോട് കൂടെ ഹോളി ലാൻഡിന് വരുന്നവരിങ്ങനെ ചോദിച്ചിട്ടാണ്, ആ കുഞ്ഞെ അടുക്കാറായെന്ന് തോന്നുന്നു, കാരണം ഇതുവരെ ഊഷര മരുഭൂമിയായിരുന്നു, അടുക്കാറായപ്പോൾ ഇതാ പച്ചിപ്പ് വെളിപ്പെട്ടു, ഇതാ പച്ച കണ്ടു തുടങ്ങി. സ്തോത്രം. എക്സാക്ട്ലി ദ സെയിം വേ നിന്റെ വീട്ടിൽ അത് വന്നതായ വേലക്കാരി പോലും നിന്റെ വീട്ടിനകത്ത് വന്നതിന് ശേഷം അവളുടെ അവസ്ഥ മാറി. ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലെ കാര്യം. ഇവിടെ വേലക്കാരി ഇല്ലല്ലോ. സ്തോത്രം. ഇവിടെ വേലക്കാരുണ്ട്, കുത്തുവാള എടുത്ത് തന്നെ. സ്തോത്രം. അതെ, നിന്റെ വീട്ടിൽ ജോലിക്കാരെങ്കിലും വന്ന് അവൻ പോലും മാറുന്നു. കാര്യം എന്താണെന്നറിയോ? നീ അവൻ പോലും മാറുന്നെങ്കിൽ ദൈവം നിന്നെ വിളിച്ചത് ശപിക്കപ്പെടാനല്ല, അനുഗ്രഹിക്കപ്പെടാനത്രേ. നോക്ക, സ്തോത്രം. ആ വാഗ്ദത്തത്തിൽ കയറിയല്ല, വാഗ്ദത്തം അടുത്തപ്പോ, ആ വാഗ്ദത്തത്തിൽ എത്തിയില്ല. ആ വാഗ്ദത്തം അടുത്തപ്പോ ആ പച്ച കണ്ടപ്പോ 2.5 ഗോത്രം, ആരൊക്കെയാ? രൂബേന്യർ, ഗാദിയർ, മനശ്ശയുടെ പാതി ഗോത്രം, 2.5 ഗോത്രം പറഞ്ഞു, ഞങ്ങൾ അക്കരെ വരുന്നില്ല, അത്രയൊന്നും വേണ്ട, ഞങ്ങൾ ഇക്കരെ പാർത്തോളാം, ഞങ്ങൾ യോർദാന്റെ ഇക്കരെ പാർത്തോളാം, ഞങ്ങൾ അക്കരെ വരുന്നില്ല, ഞങ്ങൾ ഇക്കരെ പാർത്തോളാം. അങ്ങനെ പറയുന്നവർ ഇന്നും ഉണ്ട്. ഇത്രയൊന്നും വേണ്ട, ഞായറാഴ്ച മാത്രം പോയാൽ മതി. സ്തോത്രം. ഇത്രയൊന്നും വേണ്ട നമുക്ക്. സ്തോത്രം. എല്ലാം വേണമല്ലോ, ആടും മാടും ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇക്കരെ നിന്നാൽ മതി. ഇന്നും ആത്മീയത്തിന് അളവ് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് അളവ് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മീറ്റിങ്ങിന് അളവ് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറച്ചു നോക്കല്ലേ. നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ദൈവവചനം ഒരിക്കൽ കൂടെ ആധികാരികമായി പറയട്ടെ. സ്തോത്രം. ആത്മീയ ജീവിതത്തിന് അളവ് വയ്ക്കുന്ന ആരുണ്ടെങ്കിൽ നിനക്കത് നാശം വരുത്തെങ്കിൽ നിന്റെ സന്തതിക്ക് അത് വലിയ നാശം വരുത്തും. എൻ്റെ കർത്താവേ, ഈ ജനത്തിന് ഈ മലയാളം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. ആത്മീയ ജീവിതത്തിന് അളവ് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിനെ ഇത്രയൊന്നും വേണ്ട, വല്ലപ്പോഴും മാത്രം പോ, അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം അന്തർവാഹിനി പോലെ പൊങ്ങാം, സബ്മറൈൻ പോലെ സൺഡേ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് മാത്രം പൊങ്ങി ആശീർവാദത്തിന് മുമ്പ് ഇങ്ങനെ മുങ്ങാമെന്ന് ആരെങ്കിലും ചിന്തിച്ച് ആത്മീയത്തിന് അളവ് വയ്ക്കുന്നെങ്കിൽ നിനക്കത് നാശം വരുത്തുമെങ്കിൽ നിന്റെ സന്തതിക്കത് ഭയങ്കര നാശം വരുത്തുമെന്ന് ബ്രദർ സുരേഷ് ബാബുവല്ല ദൈവവചനം പറയുക. ഓടുന്നതാ, തുണിയില്ലാതെ ഒരുത്ത ഓടുക. എൻ്റെ അപ്പന്മാരെ അളവ് വെച്ചതാ. എൻ്റെ അപ്പന്മാരെ യോർദാന്റെ അക്കരെ കടക്കാതെ ഇക്കരെ നിന്നത് കൊണ്ട്
നിന്റെ സന്തതി വഴി തെറ്റിയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, നിന്റെ സന്തതി തൊലഞ്ഞു പോയെങ്കിൽ പാസ്റ്ററേയും സൺഡേ സ്കൂൾ ടീച്ചറേയും പ്രവാചകനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രവാചകന്റെ ദൂതല്ല തെറ്റിയത്, നിന്റെ ജീവിതശൈലി എത്രയും തെറ്റിയത്. അതുകൊണ്ട് അത്രയും നിന്റെ സന്തതി തലതിരിഞ്ഞത്. ഓ കർത്താവെ, ആരൊക്കെയോ തുറച്ചു നോക്കുന്നു, രക്തത്താൽ ചെയ്യും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. കാരണം മാതാപിതാക്കൾ എന്ത് ചെയ്യുമോ അതാണ് മക്കളിൽ വെളിപ്പെടുന്നത്. പണ്ട് ഒരിക്കൽ ഒരു യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നുപോയി. യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി നല്ലൊരു ചെറുക്കൻ, ഒരു ഓറഞ്ച് പഴം പോലെയുള്ളവൻ, സ്തോത്രം, വളരെ നന്നായി കൈയടിച്ച് പാടുക, നന്നായി കൈയടിച്ച് പാടുന്നത്. അടുത്ത പ്രാർത്ഥന നേരെയായപ്പോൾ അവരെന്നെ കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമിലിരുത്തി. ഞാൻ ആ ചെറുക്കനെ നോക്കി, അവൻ ഇടയ്ക്കൊക്കെ ക്രിസ്മസ് സ്റ്റാറിനെ പോലെ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നു. അടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. നല്ലൊരു പാര പോലെ നീളമുള്ള, ഈ കാനഡ കിട്ടുന്ന ഒരു പെൻസിലുണ്ട്, നീളമുള്ള പെൻസിൽ. ആ പെൻസിൽ വെച്ച് അവൻ ചുറ്റുരുന്ന നാട്ടുകാരെ മുഴുവൻ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി താഴെ പോയിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ നിന്റെ പേരെന്നാ? അവൻ പറഞ്ഞു ജിജി. ഞാൻ ചോദിച്ചു, ജിജി മോൻ എന്തിനാ നന്നായി കൈയടിച്ച് പാടിയത്? അങ്കിൾ, എൻ്റെ പാപ്പയും നന്നായി കൈയടിച്ച് പാടും, അതുകൊണ്ടാണ് ഞാനും കൈയടിച്ച് പാടിയത്. ഞാൻ ചോദിച്ചു, മക്കളെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്നോ നോക്കിയത്? അങ്കിൾ, പ്രാർത്ഥനാ സമയത്ത് എൻ്റെ പാപ്പയും ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്നോ നോക്കും, അതുകൊണ്ടാണ് ഞാനും കണ്ണു തുറന്ന് നോക്കിയത്. ഞാൻ ചോദിച്ചു, മക്കളെ നീ എന്തിനാ ഈ പെൻസിൽ മിനിസ്ട്രി എന്താ, എവിടെ നിന്നാണ് കിട്ടിയത്? അവൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ ചർച്ച ഇരിക്കുമ്പോൾ പപ്പ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞാൻ തിരിയുമെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞാൻ തിരിയുമ്പോൾ പപ്പ എന്നെ പേന കൊണ്ട് കുത്താറുണ്ട്. അപ്പൻ ഒരുത്തനെ കുത്തിയുള്ളൂ, മക്കൾ മോൻ നാട്ടുകാരെ മുഴുവൻ പേരെയും കുത്താൻ തുടങ്ങി. സ്തോത്രം. നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്റെ തലമുറയിൽ വെളിപ്പെടുന്നത്. നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നിന്റെ മക്കളിൽ വെളിപ്പെടുന്നത്. നീ എന്ത് ചെയ്യോ അത് തിന്മ ചെയ്യുമെങ്കിൽ നിന്റെ തലമുറയ്ക്ക് അത് തിന്മയാണ്. നീ നന്മ ചെയ്യുമെങ്കിൽ നിന്റെ തലമുറയ്ക്ക് അത് നന്മയാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ന് രാത്രിയിലും മക്കൾക്ക് വേണ്ടി കരയുന്ന ആരോ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ആരോ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. മക്കൾക്ക് വേണ്ടി ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരോ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഒരു സെഷന് ജോൺസൺ കേട്ടു. സ്തോത്രം. ദൈവകൃപയാൽ അത് ഞാൻ ഈ വണ്ണം പറയട്ടെ, സഭയ്ക്ക് പണ്ട് ഒരു കാലത്ത് പ്രവാചകന്മാരെ അറിയാം, പുരോഹിതന്മാരെ അറിയാം, രാജാക്കന്മാരെ അവർ കണ്ടിട്ടില്ല. രാജാക്കന്മാരെ അങ്ങനെ ഒരു വേവ് അവർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ശുശ്രൂഷ അവർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ചലനം, രാജാക്കന്മാരുടെ ആ ചലനം അവർ കണ്ടിട്ടില്ലാത്ത അത് ആരിലൂടെ വെളിപ്പെട്ടെന്നറിയോ? പണ്ടൊരു അമ്മച്ചി ദേവാലയത്തിൽ വന്നിരുന്ന് കരഞ്ഞല്ലോ. ഓ സ്തോത്രം. അവളുടെ കണ്ണുനീരിന് മറുപടിയായി ദൈവം കൊടുത്ത ശമൂവേലിന്റെ തൈലക്കൊമ്പിൽ നിന്നത്രേ ഉണ്ടായിട്ടില്ലാത്തൊരു ശുശ്രൂഷ വൃന്ദം എഴുന്നേറ്റത്. യേശുവിൻ നാമത്തിൽ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അമ്മച്ചിയുടെ സന്തതിയാകുന്ന ശമൂവേലിലൂടെ അത്രേ സ്തോത്രം ഉണ്ടായിട്ടില്ലാത്ത ശുശ്രൂഷയുടെ ഒരു വേവ് വെളിപ്പെട്ടത്. എന്നെ കേൾക്കുന്ന ഹ്യൂസ്റ്റൺ പട്ടണമേ, ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ സഭയ്ക്ക് പരിചയമില്ലാത്ത ശുശ്രൂഷയുടെ വേവ് വെളിപ്പെടുന്നത്. സ്തോത്രം. അതെ, നീ കരയുമെങ്കിൽ നിന്റെ സന്തതിയിലൂടെയായിരിക്കും. മലയാളം ചർച്ചിന് പരിചയമില്ലാത്ത ഏതോ മേഖലകളിലൂടെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ സഭയ്ക്ക് ചലിപ്പാൻ അതിന് വേദികളുണ്ട് എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു. മക്കൾക്ക് വേണ്ടി കരയുന്ന നിർത്തരുത്. ആ കണ്ണുനീരിൽ നിശ്ചയമായി ദൈവത്തിന് വിലയുണ്ട്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാണ്. പക്ഷെ ഇവർക്ക് പറ്റിയതായ ഈ 2 ഗോത്രം പറഞ്ഞു, ഇത്ര വേണ്ട, നമുക്ക് ഇക്കരെ നിൽക്കാം, നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് സ്തോത്രം, കാലം മാറിയല്ലോ, സമയം മാറിയല്ലോ, ദിവസം മാറിയല്ലോ, രാജ്യം മാറിയല്ലോ, നമുക്ക് ഇക്കരെ നിൽക്കാം. അത് അവിടെയൊക്കെ ഇത് നടക്കത്തുള്ളൂ, ഇവിടെ നടക്കത്തില്ല. സ്തോത്രം. അവിടെയാണെങ്കിൽ ഇതൊക്കെ നടക്കും, പക്ഷെ ഇവിടെ നടക്കത്തില്ല, നമുക്ക് ഇക്കരെ നിൽക്കാം. ഞാൻ പറയട്ടെ, ഇതിവിടെയും നടക്കും, ഇതിവിടെയും നടക്കുന്ന പുസ്തകം കേട്ടോ. ഇത് എവിടെയും നടക്കും ദൈവത്തിലെ. സ്തോത്രം പറ. സ്തോത്രം. ഇത് ടൈ കെട്ടിയത് കൊണ്ട്, സ്യൂട്ട് ഇട്ടത് കൊണ്ട് ഇത് മാറുന്നില്ല. കാരണം ഇത് എഴുതിയ നമ്മുടെ കർത്താവ്, ഇതിന്റെ കർത്താവ് ലോക്കലല്ല, ഇത് അവിടെ മാത്രമല്ല നടക്കുന്നത്, ഇത് ഇവിടെ നടക്കും. പോയി ഇതിവിടെ നടക്കുന്നു. ഇവിടെ നടന്നില്ലെങ്കിൽ നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്ക് അത് ഭയങ്കര നാശമായിരിക്കും. സന്തതി ഭൂതഗ്രസ്തരായി, സുബോധം നഷ്ടപ്പെട്ട സന്തതി, അപ്പനെയും അമ്മയും വകവയ്ക്കാത്ത സന്തതി, തുണി ഉടുക്കാത്ത സന്തതി, സ്തോത്രം, നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയാകുന്ന സന്തതി. യോർദാൻ കടക്കാത്തത് കൊണ്ട്. സ്തോത്രം. അതെ, നീയല്ല ജീവിക്കുന്നത്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. കർത്താവിന് വേണ്ടി ഒന്ന് നീ നിന്ന് നോക്ക്. പ്രസ്ഥാനത്തിനല്ല, സ്തോത്രം, സെന്റർ പാസ്റ്റർക്ക് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അപ്പച്ചന് വേണ്ടിയല്ല, പിന്നെയോ കർത്താവിന് വേണ്ടി നിന്ന് നോക്ക്. കർത്താവിന് വേണ്ടി നീ നിൽക്കുമ്പോൾ നീ മാത്രമല്ല, നിന്റെ തലമുറ പോലും എന്റെ ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുകയാണ്, സംരക്ഷിക്കപ്പെടുകയാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ ഈ
ചെറുക്കനെ നോക്ക്, യുവാവ് നോക്ക്, ആടിനും മാടിനും വേണ്ടി, കർത്താവിന് വേണ്ടിയല്ല, ആടിനും മാടിനും വേണ്ടി നിന്നവർ. ഇന്ന് രാത്രി നിങ്ങൾ ഡോളറിന് വേണ്ടിയാണോ നിൽക്കുന്നത്? നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണോ നിൽക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്തോത്രം. അവർ വാഗ്ദത്തത്തിന് വേണ്ടി സ്തോത്രം ഇറങ്ങി പുറപ്പെട്ടവരാ. പക്ഷേ അവർ പറഞ്ഞു സ്തോത്രം ആടിനും മാടിനും വേണ്ടി അവർ നിന്നപ്പോൾ തലമുറ പോയി. അവനിൽ വെളിപ്പെട്ടതായ ചില സ്വഭാവങ്ങൾ വേദപുസ്തകം പറയുന്നു. നമ്പർ 1, ഒന്നാമത് ആ ഭൂതഗ്രസ്തനിൽ എനിക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നത് അവന്റെ പാർപ്പ് കല്ലറയിലാണ്. അവന്റെ പാർപ്പ് കല്ലറയിലാണ്. He is staying in the midst of many tombs. He is staying in the midst of dead people. That means he won't praise. അവൻ ദൈവത്തെ സ്തുതിക്കത്തില്ല. ഭൂതഗ്രസ്തന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് അവന്റെ വാ തുറക്കത്തില്ല. സ്തോത്രം. ഇനി ഞങ്ങളല്ല, കുളം കലക്കുന്ന ദൂതൻ ഇറങ്ങിയാലും ഭൂതഗ്രസ്തന്റെ ഒരു ലക്ഷണമാണ് അവൻ വാ തുറക്കത്തില്ല. സ്തോത്രം. കാലകരണപ്പെട്ട കേസാണോ, അവൻ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കത്തില്ല. കാരണം സമാഗമന കൂടാരത്തിൽ കർത്തനകത്തേക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു മാതളപ്പഴം ഒരു മണി എന്ന പോലെ അത്രേ സ്തോത്രം അവന്റെ വസ്ത്രം ക്രമീകരിച്ചിരിക്കുന്നത്. ആ മണിനാഥം കേൾക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്കറിയാം ഹോളി റവറന്റ് മരിച്ചിട്ടില്ല, പുള്ളി ജീവനോടെ ഉണ്ട്. നിന്റെ ഇടതും വലതും ഇരിക്കുന്ന ആരെങ്കിലും സ്തോത്രം പറയുന്നെങ്കിൽ പറയണം, സ്തോത്രം, പുള്ളി ചത്തിട്ടില്ല, ജീവനോടെയുണ്ട്. ഇല്ലാതെ വന്നിരുന്നിട്ട് ഒരു ചലനമില്ല. മൂക്കിൽ ശ്വാസം ഉണ്ടെന്ന് കൈവച്ച് നോക്കേണ്ട കേസാണോ? ഉടനെ മനസ്സിലാക്കണേ, ഇത് കാലകരണപ്പെട്ടതത്രേ. നിന്റെ സന്തതി ദൈവത്തെ സ്തുതിക്കുന്നില്ലയോ? ഡേഞ്ചർ. നിന്റെ മകന് ദൈവത്തെ സ്തുതിക്കുന്നില്ലയോ? നിന്റെ മകൾ ദൈവത്തെ സ്തുതിക്കുന്നില്ലയോ? സൂക്ഷിച്ചോളണം. അണഞ്ഞ വിളക്കിൽ സ്തോത്രം ഒരു ഈച്ച വന്നിരിപ്പാൻ ചാൻസ് ഉണ്ട്. ദൈവത്തെ സ്തുതിക്കാത്തവനാണോ സ്തോത്രം ഭൂതം അവന്റെ മേൽ അല്ലെങ്കിൽ അവളുടെ മേൽ സ്തോത്രം ഭൂതം വന്നിരിപ്പാൻ സാധ്യതയുണ്ട്. കമോൺ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. താമസിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ അത്രേ. എന്നെ കേൾക്കുന്ന ദൈവവേദന അർത്ഥം സ്തോത്രം. ഇന്ന് രാത്രി ചത്തവരുടെ നടുവിൽ ചെന്നിരുന്നല്ല നീ ആരാധിക്കേണ്ടത്. സ്തോത്രം. ജീവനുള്ളവരുടെ നടുവിൽ അത്രേ നീ ഇരുന്ന് ആരാധിക്കേണ്ടത്. അണഞ്ഞവന്റെ നടുവിലല്ല നീ ചെന്നിരുന്ന് ആരാധിക്കേണ്ടത്. ജ്വലിക്കുന്നവന്റെ കൂടെ ഇരുന്ന് അത്രേ നീ ആരാധിക്കേണ്ടത്. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്സ്, ഐ ക്യാൻ ടെൽ യു ഹൂ യു ആർ. നീ ആരെന്ന് ഞാൻ പറയാം. ചത്തവന്റെ കൂടെയാണ് നീ പോകുന്നതെങ്കിൽ നീയും ഇന്നല്ലെങ്കിൽ നാളെ നീയും ചാകും. നിന്റെ സഭ സ്തോത്രം ഒരുപക്ഷെ അത് പെന്തക്കോസ്തൽ എന്നൊക്കെ പേരുണ്ടായിരിക്കാം. പക്ഷേ സ്തോത്രം ഇന്ന് രാത്രി മനസ്സിലാക്കണം, ജീവനുള്ള ദേശത്ത് സ്തോത്രം ജീവനുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവന്റെ ആരാധനയിൽ അത്രേ നീ ഇരുന്ന ദൈവത്തെ ആരാധിക്കേണ്ടത്. സ്തോത്രം. വേദപുസ്തകം പറയുന്നവൻ താമസിച്ചത് കല്ലറയിൽ അത്രേ. 2, സ്തോത്രം. അവൻ വസ്ത്രം ധരിക്കുന്നില്ല. It's one of the most important significance of a demonized person. He won't wear any clothes. It is something like an application of a pornography. ഇന്ന് സ്തോത്രം ഒന്നുകിൽ തുണി അഴിച്ചു കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തുണി അഴിക്കുന്നു. മറ്റുള്ളവരുടെ തുണി അഴിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന തലമുറ, ഇല്ലെങ്കിൽ സ്വന്തം നഗ്നതയെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറ. മനസ്സിലാക്കാൻ, രണ്ടും അത് ഭൂതമത്രേ. സ്വന്തം നഗ്നത മറ്റുള്ളവരെ കാണിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നഗ്നത കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഇങ്ങനെ അതിന് വ്യാഖ്യാനിക്കട്ടെ. സ്തോത്രം. നിന്നെ മറ്റുള്ളവർ നടുവിൽ നാണം കെടുത്തിപ്പിക്കുന്നുവെങ്കിൽ അത് സാധാരണത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നിന്നെ മറ്റുള്ളവർ മുമ്പിൽ നാണം കെടുത്തുന്നവനല്ല കർത്താവ്, നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മാനിക്കുന്നവനത്രേ കർത്താവ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോ സ്തോത്രം അതെ അവിടെ തേജസ് മാറിപ്പോയി. എന്നാൽ കർത്താവ് ആ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ നഗ്നരായിട്ടല്ല പുറത്തേക്ക് വിട്ടത്. അവരെ തുണി ഉടിപ്പിച്ചിട്ടത്തെ അവരെ സ്തോത്രം അതെ അവരെ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ സ്തോത്രം തോൽ കൊണ്ട് തുണി ഉടിപ്പിച്ചിട്ടത്രേ, വസ്ത്രം ഉടിപ്പിച്ചിട്ടത്രേ, അവരെ നഗ്നത മറച്ചിട്ടത്രേ കർത്താവ് അവരെ പുറത്ത് വിട്ടത്. കാരണം പുറത്തൊരു അന്ധകാര ശക്തി കാത്തിരിക്കുന്നു. ഷെയിം എന്ന് പറഞ്ഞ് സ്തോത്രം അതെ അവരെ സ്തോത്രം പരിഹസിപ്പാൻ വേണ്ടി ഒരു ശത്രു കാത്തിരിക്കുന്നു. എൻ്റെ കർത്താവ് ഇപ്രകാരം പറയും, സ്തോത്രം. അവൻ പാപം ചെയ്ത് കാണാം, അവന് കുറവുള്ളവനായിരിക്കും. അത് ഞാനും അവനുമായിട്ടുള്ള കാര്യം. പക്ഷെ പിശാചേ എൻ്റെ കുഞ്ഞിനെ നീ ഒരിക്കലും ആക്ഷേപിക്കല്ല. ഇന്ന് രാത്രി ദൈവം പറയും, രഹസ്യങ്ങളെ കാണാതെ കർത്താവ് പറയും, നിനക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നീയും ഞാനും തമ്മിലുള്ള കാര്യം. പക്ഷേ ശത്രു ഒരിക്കലും നിന്നെ പരിഹസിക്കല്ല, ശത്രു ഒരിക്കലും നിന്നെ ആക്ഷേപിക്കല്ല. അർത്ഥം ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം. മറ്റുള്ള മുമ്പിൽ നീ ലജ്ജാ വിഷയമാകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ടത്രേ സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ കാൽവരി ക്രൂശിന്മേൽ തൂങ്ങി നിന്നപ്പോൾ almost he was naked at the cross of Calvary. That means he has taken
taken all your shame at the cross. യേശു കർത്താവ് നിന്റെ സകല സ്തോത്രം ലജ്ജയും ക്രൂശിന്മേൽ ഏറ്റെടുത്തു. യേശു കർത്താവ് നിന്റെ ലജ്ജ ഏറ്റെടുത്തുവെങ്കിൽ നീ ഭയപ്പെടുന്ന വിഷയത്തിൽ 4 പേർ കൂടുന്നിടത്ത് നിന്റെ തല കുനിയത്തില്ല. നിന്റെ മക്കളുടെ വിഷയത്തിലാകട്ടെ, നിന്റെ സമ്പത്തിലാകട്ടെ, മറ്റ് യാതൊരു വിഷയത്തിലും 4 പേർ കൂടുന്ന അതേ സ്ഥലത്ത് നിന്റെ തല ഹ്യൂസ്റ്റണിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്റെ തല കുനിയുവാൻ പോകുന്നില്ല. ഏതോ ബന്ധുക്കൾ നിന്നെ കുറിച്ച് അത് തുറച്ചു നോക്കുന്നു. നിന്റെ ജീവിതത്തിൽ എന്ത് വരും, നിന്റെ സന്തതിക്ക് എന്ത് വരും അന്നവർ കാത്തിരിപ്പിക്കുന്നു. പക്ഷെ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നവരോ അവരുടെ മുൻപിൽ നിന്റെ തല കുനിയത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. സാത്താൻ അവൻ ലജ്ജിപ്പിക്കുന്നവനാണ്. പക്ഷെ കർത്താവ് പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നവനത്രേ. മാനിച്ചവരുടെ ഇടയിൽ പാർക്കുന്നവൻ. നമ്പർ 2 സ്തോത്രം അതെ വിവസ്ത്രനായിരിക്കുന്നവൻ. നമ്പർ 3 മൂന്നാമത് വേദപുസ്തകം പറയുന്നു, ആരും നിയന്ത്രിക്കപ്പെടുവാൻ കഴിയത്തില്ല. ആരും അവനെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. ആ 10 പട്ടണങ്ങളിടയിലൂടെ അവൻ ഓടുകയാണ്. ദെക്കപ്പുലി നാട്ടിൽ വിശേഷിച്ച് ഗദര ദേശത്ത് ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്തവനായി അവൻ ഓടുകയാണ്. സ്തോത്രം ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, അത് യഥാർത്ഥ സക്സസ് ആയ ജീവിതം, ജയിക്കുന്ന ജീവിതത്തിന് നിയന്ത്രണമുണ്ട്. ആമേൻ. നിയന്ത്രണമുണ്ട്. ഈ പുസ്തകം നിയന്ത്രണത്തിന്റെ പുസ്തകം അത്രേ. ഈ പുസ്തകത്തിന് ഒരു ആക്സിലേറ്റർ മാത്രമല്ല ഉള്ളത്, ഒരു ബ്രേക്കും കൂടെയുണ്ട്. എന്നാൽ സ്തോത്രം ചിലപ്പോൾ ചില മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്, ചെറുക്കനുണ്ട് പതക്കെ പറ, ചെറുക്കനുണ്ട് പതക്കെ പറ. കാരണം അവൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം അതെ 3-ാം ലോക മഹായുദ്ധമായിരിക്കും വീട്ടിൽ വെളിപ്പെടുന്നത്. അവൻ ആരാലും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. പെണ്ണുണ്ട്, അവൾ കേൾക്കല്ല, അവൾ വരും മുമ്പേ നമുക്ക് പറഞ്ഞു തീർക്കാം. സ്തോത്രം കാരണം അവർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം അവിടെ അടുത്ത ലഡായിയാണ് നടക്കുന്നത്. ആരെയും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം അപ്പൻ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പാസ്റ്റർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ആരാലും നിയന്ത്രിക്കപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. അമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. പ്രതി എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു എന്തോ പ്രശ്നം ഉണ്ടായി. അവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായി. 10-12 പേര് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. അവർ സ്തോത്രം അതേ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി. അവർ ഗൾഫിൽ നിന്ന് വന്നവരാ. കോണിവെയറിൻ്റെ കുറേ പ്ലേറ്റ് ഇങ്ങനെ പുറത്ത് വെച്ച് അമ്മ ഇങ്ങനെ കേരളത്തിലാണ് കടികൊക്കെ വെച്ചിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു, മോളെ ഒന്ന് എടുത്ത് വെക്ക്. അവൾ കേട്ടില്ല. വീണ്ടും പറഞ്ഞു, മോളെ ഒന്ന് കൊണ്ടുവന്ന് എടുത്തു വെക്ക്. അവൾ കേട്ടില്ല. 3ാമത് അമ്മ വീണ്ടും പറഞ്ഞു, മക്കളെ ഒന്ന് കൊണ്ടുപോയി. അവൾക്ക് ദേഷ്യം വന്ന് ഒരു സോക്കർ കളിക്കാരനെ പോലെ പെട്ടെന്ന് തട്ടി ആ പാത്രത്തെ മുഴുവൻ ഉടച്ചു കളഞ്ഞ. സ്തോത്രം ഒന്നും പറയാൻ പറ്റത്തില്ല. ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം അങ്ങനെയുള്ള ഒരു കേസ് കേട്ട നിന്റെ വീട്ടിലുണ്ടെങ്കിൽ മനസ്സ് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ആര് സക്സസ് ആയി ദൈവത്തിന്റെ കൃപയിൽ ജയിച്ചോ, അതെ ദൈവത്തിന്റെ കൃപയിൽ മുന്നോട്ട് പോയോ, അവർക്കെല്ലാവർക്കും നിയന്ത്രണമാണ്. വേദപുസ്തകം നിയന്ത്രണത്തിന്റെ പുസ്തകമാണ്. അമേരിക്കയിൽ വണ്ടി സ്തോത്രം വരുമ്പോൾ വണ്ടി വലതുവശത്തൂടെയാണ് ഓടിക്കുന്നത്. സ്തോത്രം. പക്ഷെ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ വണ്ടി ഇടതുവശത്തൂടെയാണ് ഓടിക്കുന്നത്. ഇല്ല, ഞാൻ US സിറ്റിസൺ, ഞാൻ വലതുവശത്തൂടെ ഓടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യയാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ അവസാനത്തെ ഓടിപ്പായിരിക്കും. അവൻ സ്തോത്രം വരെ ട്രാഫിക് റൂൾ നമുക്ക് സ്തോത്രം അതെ അനുസരിക്കാൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ എത്രയധികം, ദൈവം അനുവദിച്ച അതോറിറ്റീസിനെ എത്രയധികമായി നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. മാതാപിതാക്കളാകട്ടെ, സ്തോത്രം അതെ പാസ്റ്റേഴ്സ് ആകട്ടെ, ദാസന്മാരാകട്ടെ, സ്തോത്രം അതെ ഭർത്താവാകട്ടെ, ദൈവം നൽകിയിരിക്കുന്ന അതോറിറ്റി ഫിഗേഴ്സിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ ഇവനെ വേദപുസ്തകം പറയുന്നു, ഇവനെ നിയന്ത്രിപ്പാൻ ആർക്കും കഴിയുന്നില്ല. സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നെങ്കിൽ പാസ്റ്റേഴ്സിനെ നമ്മൾ അനുസരിക്കും. ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നെങ്കിൽ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കും. ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നെങ്കിൽ ഭർത്താവിനെ നമ്മൾ അനുസരിക്കും. കാരണം ദൈവം നൽകുന്നതായ സ്തോത്രം അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടുകയാണ്. പക്ഷെ ഇവനോ സ്തോത്രം അതെ അവൻ ആരാലും നിയന്ത്രിക്കപ്പെടുവാൻ കഴിയുന്നില്ല. ആരെ കൊണ്ട് നിയന്ത്രിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ഇത് വേറെ ചരക്കാണ്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, വീണ്ടും അവനൊരു സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് ഉണ്ട്. അവന് പ്രകൃത്യാതീതമായ ഒരു ബലമുണ്ട്. അവനെ ചങ്ങലക്കിട്ടാലും സ്തോത്രം ചെയിൻസ് ആൻഡ് ബക്കിൾസ് സ്തോത്രം ഷാക്കിൾസ് അവനിതാ സ്തോത്രം അതിനെ അതിനെ ഒട്ടിച്ച് കളയുന്നു. സ്തോത്രം. അവനെ പിടിച്ച് ഒളിമ്പിക്സിന് വിട്ടിരുന്നെങ്കിൽ എല്ലാ വർഷവും സ്തോത്രം അതെ ഗോൾഡ് മെഡൽ കിട്ടുമായിരുന്നു. സ്തോത്രം. സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് അത്രയേ ഉള്ളത്. ഇത്രയും പൊക്കത്തിന് ഒരുത്തൻ ചാടാം, പക്ഷെ അത്രയും പൊക്കത്തിന് ചാടിയാൽ അത് സൂപ്പർ നാച്ചുറലാ. ഇതുപോലെ അല്പം ദേഷ്യപ്പെടാം, പക്ഷെ എപ്പോഴും ദേഷ്യമാണെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം എന്തോ കുഴപ്പമുണ്ട്. നിങ്ങളെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറ.
സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്. സ്തോത്രം. അത് ചങ്ങലയാകട്ടെ വിലങ്ങുകളാകട്ടെ അവൻ ഒരുമി ഒടുക്കിയാണ്. നേരമില്ല, പെട്ടെന്ന് പറയട്ടെ. അവൻ സ്തുതിക്കുന്നില്ല, കാരണം പുള്ളി പാർക്കുന്നത് ചത്തവരുടെ ഇടയിലാണ്. സ്തോത്രം. അതെ, അവന് വിവസ്ത്രനാണ്. ഓ സ്തോത്രം. പിന്നെ അവൻ ആരാലും നിയന്ത്രിക്കപ്പെടുവാൻ കഴിയുന്നില്ല. പ്രകൃത്യാതീതമായ ഒരു അമാനുഷികമായ ശക്തി അതെ അവന് ഉണ്ട്. സ്തോത്രം. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, സ്തോത്രം, മലകളിലും പർവ്വതങ്ങളിലും താഴ്വരകളിലും അവൻ ഉഴറി നടക്കുന്നവനാണ്. ഓ, ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്, ഹി ഈസ് റോമിംഗ് അറൗണ്ട്. ഓ, ഒന്നിലും അവൻ സ്ഥിരപ്പെടുന്നില്ല, അവൻ ഉഴറി നടക്കുകയാണ്. ചിലരങ്ങനെ ഒന്നിലും സ്ഥിരപ്പെടുന്നില്ല, ഒരു സഭയിലും സ്ഥിരപ്പെടുന്നില്ല, ഓ ഒരു പ്രൊഫഷനിലും സ്ഥിരപ്പെടുന്നില്ല. സ്തോത്രം. ഓ, ഒന്നിലും സ്ഥിരപ്പെടാതെ ഇങ്ങനെ ഉഴറി നടക്കുക. അങ്ങനെയുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ വീട്ടിൽ താമസിക്കുമ്പോൾ അവർ പറയാറുണ്ട്, രാവിലെ ഉറക്കണിക്കുമ്പോൾ പറയും, അങ്കിൾ ഞാൻ ഫാർമസിസ്റ്റ് ആകാൻ വേണ്ടി പോവാ. ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ പറയും, ഇല്ല അങ്കിൾ അത് ശരിയാകത്തില്ല, ഞാൻ നേഴ്സ് ആവാൻ വേണ്ടി പോവാ. ഉച്ചയ്ക്ക് ശേഷം ലഞ്ചിന് ഇരിക്കുമ്പോൾ പറയും, ഇല്ല അങ്കിൾ ഞാൻ മാസ് മീഡിയ പഠിക്കാൻ വേണ്ടി പോവാ. ഉച്ചയ്ക്ക് ശേഷം പറയും വേറെ എന്തെങ്കിലും. അങ്ങനെ സ്തോത്രം, ഉഴറി നടക്കുന്നവൻ. ഒന്നിലും നീ സ്ഥിരപ്പെടാതെ, ഒരു പ്രൊഫഷനും നീ സ്ഥിരപ്പെടാതെ, ഒന്നിലും നീ ഉറക്കാതെ. ഞാൻ വീണ്ടും പറയട്ടെ, ഒന്നിലും ഉറക്കാതെ. അങ്ങനെയുള്ള ചിലർ എൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട്. ഓ, ഒന്നിലും നീ ഉറക്കാതെ സാത്താൻ ഇങ്ങനെ ഓ നിന്നെ ഇങ്ങനെ ഒന്നിനും ഉറക്കാതെ ഇങ്ങനെ തള്ളിപിടിക്കുകയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം. അതേ, നിനക്ക് പ്രതികൂലമായി ഈ ദിവസങ്ങളിൽ ചില കാറ്റ് ദൈവം നിന്റെ ജീവിതത്തിൽ അത് അനുവദിച്ചുവെങ്കിൽ ഉറക്കേണ്ട ഇടത്ത് നീ ഉറക്കുവാൻ പോകുകയാണ്. ഉലഞ്ഞ വ്യക്തിയെ, ഉലഞ്ഞ കുടുംബങ്ങളെ മനസ്സിലാക്കി, നീ ഉലഞ്ഞത് ഒരിക്കലും തിന്മയ്ക്കല്ല. വെള്ളം പൊങ്ങുമ്പോൾ നോഹയുടെ പെട്ടകം ഒലഞ്ഞ് അത് പൊങ്ങി. ഓ വെള്ളം പൊങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകം ഒലഞ്ഞ് പൊങ്ങിയത് അത് ഉടഞ്ഞ് താഴുവാനല്ല, അത് അരരാത്ത് പർവ്വതത്തിന്റെ ഉയരങ്ങളിൽ അത് ഉറയ്ക്കുവാൻ അത്രേ. ഓ, ഈ ദിവസങ്ങൾ ഉലഞ്ഞ കുടുംബങ്ങൾ, ഉലഞ്ഞ വ്യക്തികൾ, ഉലഞ്ഞ സഭകൾ, ഉലഞ്ഞ ശുശ്രൂഷകന്മാർ കേൾക്കട്ടെ, നീ ഉടഞ്ഞ് താഴെ പോകാനല്ല, ഉയരങ്ങൾ നീ ഉറയ്ക്കാൻ അത്രേ. ടൈറ്റാനിക് ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിയതാണ്. ദൈവം വിചാരിച്ചാൽ പോയി ഒന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ടൈറ്റാനിക്, സ്തോത്രം, ദൈവത്തെ വെല്ലുവിളിച്ച് ഇറക്കിയതാണ്. ദൈവത്തെ വെല്ലുവിളിച്ചത് ഉടഞ്ഞ് ഒന്നാമത്തെ യാത്ര പോലും പൂർത്തിയാക്കാൻ കഴിയാതെ അറ്റ്ലാന്റിക്കിന്റെ ആഴത്തിൽ പോയി. ദൈവമില്ലാത്തത് ഉടഞ്ഞ് ആഴത്തിൽ പോയപ്പോൾ നോഹയുടെ പെട്ടകം ദൈവത്തിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. ദൈവം ഉള്ളത് ദൈവത്തിന്റെ പ്രോജക്റ്റ്. ഓ സ്തോത്രം, ഉലഞ്ഞെങ്കിലും അത് ഉയരത്തിൽ ഉറച്ചു. ദൈവത്തിന്റെ പദ്ധതി ഉലഞ്ഞെങ്കിലും അത് ഉയരത്തിൽ ഉറച്ചു. ഇന്ന് രാത്രി രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒന്ന് പറഞ്ഞെങ്കിലേ, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയാണ്. മോത്തോക്കി പറ, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയാണ്, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയാ. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം മാറുകയാണ്. നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയാ. നീ ഉലഞ്ഞത് തിന്മയ്ക്കല്ല, നിനക്ക് ഉലച്ചില്ലെന്നല്ല പുസ്തകം പറയുന്നത്. നീ ഉലയും, പക്ഷെ നീ ഉലയുന്നത് ഉയരങ്ങളിൽ ഉറക്കാൻ നിന്റെ പൂർവ്വ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത, നിന്റെ ബന്ധുക്കൾ, നിന്റെ കുടുംബക്കാർ ആരും ചെയ്തിട്ടില്ലാത്ത ഏതോ വലിയ ദൈവിക പദ്ധതി നിന്നോട് വെളിപ്പെടുവാനത്രേ നിന്റെ ജീവിതത്തിൽ ഉലച്ചിൽ കടന്നു വരുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം രണ്ട് കരങ്ങൾ അടിച്ച് അർക്കപ്പെട്ട കുഞ്ഞാടി നീ ഇന്ന് രാത്രി മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ രാത്രി നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഉറക്കാതെ നിൽക്കുന്ന നിന്റെ ജീവിതത്തെ, ഉറക്കാതിരിക്കുന്ന പലതിനെ ഈ ദിവസങ്ങൾ ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോകുകയാണ്, ഉറപ്പിപ്പാൻ പോകുകയാണ്. വീണ്ടും നിന്നെ വലിച്ച് താഴെയിടുവാനല്ല. ആ താഴ്വര തീർന്നു, ആ ദുഃഖം കഴിഞ്ഞു, ആ നെടുവെറുപ്പ് കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ കർത്താവ് അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറ്റുന്നു. ഉറക്കാതിരിക്കുന്ന പലതിനെ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങൾ ഉറപ്പിക്കുകയാണ്. പ്രശ്നങ്ങളെ ഇട്ട് ഓടിപ്പിക്കുന്ന, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, സഭയിൽ നിന്ന് സഭയിലേക്ക് നിന്നെ ഓടിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ കറുത്ത വൃത്തികെട്ട കൈ ഇന്ന് രാത്രി സ്വർഗത്തിന് ദൈവം ശാസിച്ച് മാറ്റുന്നു. എവിടെയാണ് നീ ഉറക്കേണ്ട? ഓഫീസില്, ആ കുടുംബത്തില്, ഓ സ്തോത്ര, ബന്ധത്തില് ദൈവം ഉറപ്പിക്കാൻ പോവാ. ഓ, ആറാമതായി ഏത് പുസ്തകം പറയുന്നവന്റെ മറ്റൊരു കാര്യമാണ് അവൻ നിലവിളിച്ചു കൊണ്ടിരുന്നത്. രാത്രിയും പകലും അവൻ നിലവിളിച്ചിട്ടിരുന്നു. രാത്രിയും പകലും നിലവിളിയ, ഉള്ള കാര്യത്തിന് ഇല്ലാത്ത കാര്യത്തിന് നിലവിളിയ. തെറ്റിദ്ധരിക്കല്ല, ആരാധിക്കുമ്പോൾ നമ്മൾ കരയണം കേട്ടോ. സ്തോത്രം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരയണം. അർത്ഥം ദൈവത്തിന് മുൻപിൽ നമ്മൾ കരഞ്ഞു തന്നെയാകണം. ദൈവത്തിന് മുൻപിൽ നമ്മൾ കരയണം. ദൈവത്തിന് മുൻപിൽ കരയാൻ ലജ്ജിക്കരുത് മക്കളെ. ദൈവത്തിന് മുൻപിൽ നമ്മൾ കരയണം. പക്ഷെ ദൈവത്തിന് മുൻപിൽ നിങ്ങൾ കരഞ്ഞാൽ ഒരു കാര്യം നടക്കും, നിങ്ങൾ ലോകത്തിന് മുൻപിൽ നിങ്ങൾ കരയത്തില്ല. ദൈവത്തിന് മുൻപിൽ നിങ്ങൾ കരയുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിന് മുൻപിൽ ഒരിക്കലും കരയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന് മുൻപിൽ കരയാത്തവൻ ലോകത്തിന് മുൻപിൽ കരയും, ലോക വിഷയങ്ങളിൽ കരയും. തീരുമാനിച്ചോളാം ഏത് വശത്ത് വേണമെന്നാ. ഹലോ, ദൈവ
ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ ഒരിക്കലും ലോക വിഷയങ്ങളിൽ ലോകത്തിന് മുൻപിൽ ഒരിക്കലും കരയത്തില്ല. ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ ലോകത്തിന് മുൻപിൽ മനുഷ്യന്റെ മുൻപിൽ കരയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. എന്നാൽ സാത്താൻ ചെയ്യുന്ന കാര്യമാണ് ഓരോ പ്രോബ്ലംസ് നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഉള്ളതിന് ഇല്ലാത്തതിനെയല്ല, അയ്യോ എൻ്റെ മക്കളെ, എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഗ്യാസ് എന്ന് പറഞ്ഞ് സ്തോത്രം നീ അനാവശ്യമായി സാത്താൻ നിന്നെ കരയിപ്പിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അമ്മച്ചിയുടെ മക്കൾ ഇപ്രകാരം പറഞ്ഞു, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, ഈ അമ്മച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്. രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നത് തുടങ്ങി വൈകിട്ട് ഉറങ്ങുന്നത് വരെ അമ്മച്ചി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്നാ പ്രശ്നം? ഞാൻ പറഞ്ഞ സാരമില്ല, ഉള്ളതിന് ഇല്ലാത്തതിന് എല്ലാം കരച്ചില്ല. സ്തോത്രം. അതിൻ്റെ പേര് അത്ര കരയിപ്പിക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവ് എനിക്ക് പരിചയപ്പെടുത്തി, ഇതാണ് കരയിപ്പിക്കുന്ന ആത്മാവ്. ഇന്ന് രാത്രി ആവശ്യമില്ലാത്ത വിഷയത്തിനല്ല എപ്പോഴും ഒരു ദുഃഖം, എപ്പോഴും ഒരു ദുഃഖം. പ്രാർത്ഥനയല്ല, ആരാധനയല്ല, ആത്മീയല്ല പറയുന്നത്. സ്തോത്രം. ചർച്ചോ ആത്മാഭാരോ അങ്ങനെയുള്ള ഒരു പരിപാടി. എപ്പോഴും ഒരു ദുഃഖം, ദുഃഖത്തോടെ നടക്കുന്നു, ദുഃഖത്തോടെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ദുഃഖത്തോടെ നടക്കുന്നു. ഭൂതം ഇന്ന് രാത്രി ശാസിച്ചു മാറ്റുക യേശുവിന്റെ നാമത്തിൽ. നിന്നെ കരയിപ്പിക്കാനല്ല എൻ്റെ കർത്താവ് സ്തോത്രം നിന്നെ സൃഷ്ടിച്ച് വച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കുക, ആത്മാക്കളെ ഭാരമല്ലാതെ വേറെ ഒരു ഭാരവും നമുക്ക് വേണ്ട. ആത്മാക്കളെ ഭാരമല്ലാതെ വേറെ ഒറ്റ ഭാരം നമ്മൾ ചുമലിൽ ഇരിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഈ രാത്രി മനസ്സിലാക്കുക, ദൈവത്തിന് മുൻപിൽ കരയാൻ ഇവനെ സംബന്ധിച്ച വേദപുസ്തകം പറയുന്നു. സ്തോത്രം. മനുഷ്യന്റെ മുൻപിൽ അവൻ സ്തോത്രം ദുരാത്മാവ് അവനെ ഇതാ കരയിപ്പിച്ചു കൊണ്ടിരുന്നു. ആ മനുഷ്യനുണ്ടല്ലോ സ്തോത്രം സാത്താന്യമായ പോരാട്ടത്താൽ അവൻ ഉറച്ച് നിലവിളിച്ചിട്ടിരുന്നു. രാത്രി നീ അങ്ങനെ കരയുന്നെങ്കിൽ എൻ്റെ ദൈവം കരയിപ്പിക്കുന്നവനല്ല. അവൻ്റെ സന്നദ്ധികൾ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവം ദുഃഖം തന്ന് നിന്നെ തകർത്ത് നിന്നെ സ്തോത്രം അതെ കരയിപ്പിക്കുന്നവനല്ല, അവൻ ദുഃഖങ്ങളെ മാറ്റുന്നവനത്രേ. ഓ സ്തോത്രം. നിങ്ങൾക്ക് ദുഃഖമുണ്ടോ സഹോദരങ്ങളെ? അപ്പുറത്ത് കിടക്കുന്ന സമുദ്രത്തിന് ഒരു അതിരുള്ളത് പോലെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അതിരുണ്ട്, എല്ലാ വേദനകൾക്കും ഒരു അതിരുണ്ട്, എല്ലാ നെടുവീർപ്പുകൾക്കും അതിരുണ്ട്, എല്ലാ പ്രതിസന്ധികൾക്കും ഒരു അതിരുണ്ട്. സൗത്ത് അമേരിക്കയിലെ ഉറുഗ്വായ് എന്നറിയപ്പെടുന്നതായ രാജ്യത്ത് അതിൻ്റെ തലസ്ഥാനമാണ് മൊണ്ടിവിഡിയോ പട്ടണത്തിൽ. സ്തോത്രം. അതെ, ഒരിക്കലും ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനൊരു ഭയങ്കര സഭയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹോർഹെ മാർക്കസ്. സ്പാനിഷാണ് ഹോർഹെ മാർക്കസ്. മലയാളത്തിൽ പറഞ്ഞാൽ ജോർജ് മാർക്കോസ്. സ്തോത്രം. അല്ലെങ്കിൽ ജോർജ് മാർക്ക്. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാ ദേവദാസനെ, അർജന്റീനക്കാരനായ നിങ്ങൾ ഈ വേറൊരു രാജ്യമായ അയൽരാജ്യമായ ഈ സ്തോത്രം അതെ ഈ ഉറുഗ്വയിൽ കടന്നു വന്ന് എങ്ങനെയത്ര എസ്റ്റാബ്ലിഷ് ആയത്? അദ്ദേഹം പറഞ്ഞു, സ്തോത്രം അർജന്റീനയിൽ 1980-കളിൽ വളരെ ശക്തമായിട്ടുള്ള ഉണർവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു മൊണ്ടിവിഡിയോ പട്ടണത്തിൽ പോകണം. അങ്ങനെ ഞാൻ മൊണ്ടിവിഡിയോ പട്ടണത്തിൽ വന്നു. ശുശ്രൂഷ തുടങ്ങി. ഭയങ്കര വെല്ലുവിളി ഉണ്ടായി. വേറെ ഒരു ദൈവദാസനുമില്ല, ആർക്കും ഇല്ലാത്തതായ ഭയങ്കര വെല്ലുവിളി തനിക്കുണ്ടായി. വേറെ ആർക്കും ഇല്ലാത്ത പോലീസ് കേസ്, വേറെ ആർക്കും ഇല്ലാത്ത രോഗങ്ങൾ, വേറെ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ. മിക്കവാറും തൻ്റെ മക്കൾ ഹോസ്പിറ്റലിലാണ്. മിക്കവാറും സ്തോത്രം തൻ്റെ വീട്ടിൽ പോലീസുകാർ കയറിയിറങ്ങുക, കള്ള കേസുകൾ അടുത്ത സഭക്കാർ കൊടുക്കുക, അന്യ രാജ്യക്കാരെന്താ വന്ന് ഞങ്ങളെ ഉള്ള ശുശ്രൂഷകളെ പൊളിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ആർക്കുമില്ലാത്ത പ്രശ്നം തൻ്റെ നേരെ കടന്നു വരികയാണ്. നേരെ ചൊവ്വയെ ജീവിച്ചിട്ടും വേറെ ആർക്കുമില്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, വേറെ ആർക്കും ഇല്ലാത്ത ഭയങ്കര ഒരു ശുശ്രൂഷ സ്വർഗം നിന്നിലൂടെ പുറത്തെടുക്കാൻ പോവാ. കൃപയിലായിരുന്നിട്ട് ഒരു ഭയങ്കര പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഭയങ്കര പ്രവൃത്തികളുണ്ട്. പക്ഷെ എന്നും കണ്ണുനീരല്ല, എന്നും ദുഃഖമല്ല, എന്നും വ്യഥയല്ല. എന്താ സംഭവിച്ചത്? ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തന്നിലൂടെ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം തുടങ്ങി. ആ സഭ വളരാൻ തക്കവണ്ണം തുടങ്ങി. ഇന്ന് അറിയാമോ, ഇന്ന് ആ ചേർച്ച് അവർ ഒരു ദിവസം സ്നാനപ്പെടുത്തിയത്, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ഒരു ദിവസം അവർ സ്നാനപ്പെടുത്തിയത് 2700 പേരെയാണ്. ഒരു ദിവസം സ്നാനപ്പെടുത്തിയേ. ഉറുഗ്വായ് രാജ്യത്തിൽ മുഴുവനായി ഒരു ദിവസം. In a single day, that single church, they baptized 2,700 people, 2,700 people. They took baptism in one day. അത്രയും പെയിൻ തനിക്കുണ്ടായിരുന്നു, അത്രയും പ്രശ്നം തനിക്കുണ്ടായിരുന്നു. FM റേഡിയോ, AM റേഡിയോ, 2 റേഡിയോ സ്റ്റേഷൻ അവർക്കുണ്ട്. 24 മണിക്കൂറുള്ളതായ ടെലിവിഷൻ ചാനൽ അവർക്കുണ്ട്. പാർലമെന്റിനോട് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന ട്രെമൻഡസ് ആയിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലെ വലിയ ഗ്രൗണ്ട് പോലെയുള്ള അത്രയും വലിപ്പമുള്ള വലിയൊരു സ്തോത്രം ചർച്ച് സാങ്ച്വറി തനിക്കുണ്ട്. സ്തോത്രം. 10,000 ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കടന്നു വരുന്നു. ഇന്ന് നിങ്ങൾ ഉറുഗ്വായിൽ കടന്നു പോയാൽ സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടുത്തെ ഏറ്റവും ഫോർ ഫ്രണ്ട് മിനിസ്റ്റർ അത്രേ പാസ്റ്റർ ജോർജ് മാർക്കോസ്.
ഇതിനകത്ത് നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, കണ്ണുനീരുണ്ടെങ്കിൽ പിടിച്ചു നിന്ന് ആ ജയത്തോട് നിങ്ങൾ അടുക്കുകയാണ്, ആ വിടുതലോട് നിങ്ങൾ അടുക്കുകയാണ്, ആ ദൈവപ്രവൃത്തിയോട് നിങ്ങൾ അടുക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ ഇന്ന് വെള്ളിയാഴ്ച ആ വിടുതലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ അടുത്ത്. ഇന്നലെ വൈകുന്നേരത്തെക്കാൾ ഇന്ന് രാത്രി നിങ്ങൾ ആ ജയത്തോട് കുറച്ചുകൂടെ അടുത്ത്. നീ പൊട്ടത്തില്ല, നീ തകരത്തില്ല, നീ താളടിയാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നും കണ്ണുനീരല്ല, എന്നും ദുഃഖമല്ല. യെസ്, ജയം നിനക്കുള്ളത് അത്രേ. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തിയ കരങ്ങൾ ചലിപ്പിച്ച ദൈവത്തെ നന്ദി പറഞ്ഞേ. തീരുമാനിക്കുക, ദൈവത്തിന് മുൻപിൽ ഞാൻ കരയും, ദൈവത്തിന് മുൻപിൽ ഞാൻ കരയും, മനുഷ്യന്റെ മുൻപിൽ ഞാൻ കരയത്തില്ല. അവസാനമായി കേൾക്കണമേ, സ്തോത്രവേദ പുസ്തകം പറയുന്നു, മരിച്ചവരുടെ ഇടയിലായിരുന്നു അവൻ പാർപ്പ്. ഓ സ്തോത്രം, അതെ, അവന് വിവസ്ത്രനായിരുന്നു. ഓ അവനിതാ സൂപ്പർ നാച്ചുറലി, പ്രകൃതി അതീതമായ ശക്തിയാൽ അവൻ നിറയപ്പെട്ടിരുന്നു. ആരാലും അവനെ നിയന്ത്രിപ്പാൻ തക്കോണം കഴിയത്തില്ല, ഒന്നിലും അവനെ ഉറക്കത്തില്ല. അവൻ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരുന്നു. അവസാനമായി വേദപുസ്തകം പറയുന്നു, കല്ലെടുത്ത് സ്വന്തം ശരീരത്തെ അവൻ സ്തോത്രം ചതച്ച് മുറിവേൽപ്പിച്ചും കൊണ്ടിരുന്നു, ചതച്ച് മുറിവേൽപ്പിച്ചും കൊണ്ടിരുന്നു. അർത്ഥം, ഇറ്റ്സ് എ സൂയിസൈഡ് ടെൻഡൻസി. അതൊരു സ്തോത്രം, അതെ, അതൊരു ആത്മഹത്യാ ശ്രമം അത്രേ. ഓ അവനെ കൊല്ലാൻ വേണ്ടി സാത്താൻ നോക്കിയാണ്, ചതച്ചും ദണ്ഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഫിസിക്കലി ശരീരത്തെ ചതയ്ക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഇമോഷണലി നിന്നെ തന്നെ ദണ്ഡിപ്പിക്കുന്ന ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് ദണ്ഡിപ്പിക്കുന്നവൻ അല്ല, അവൻ ദണ്ഡനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ അത്രേ. യേശുവിന്റെ നാമത്തിൽ ഇവനെ സാത്താൻ കൊല്ലാൻ നോക്കുക, സാത്താൻ അവനെ കൊല്ലാൻ നോക്കുക. കേക്ക്, കണ്ണു തുറന്നു നോക്ക്, സാത്താൻ നിന്നെ കൊല്ലാൻ നോക്കുക. പിശാച് സ്തോത്രം, അതെ, ഇവനെ കൊല്ലാൻ നോക്കുക. ഓ സാത്താൻ അവന്റെ ശരീരത്തിന് ചവവും ദണ്ഡനങ്ങളും ഇട്ട് രക്തത്തെ പുറത്ത് കൊഴുക്കി അവനെ കൊല്ലാൻ വേണ്ടി നോക്കുക. യേശുവിൻ നാമത്തിൽ യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുട്ടിപ്പാനും അല്ലാതെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റീൽ ആൻഡ് ടു കിൽ. ഓ സ്തോത്രം, കൊല്ലുവാൻ നോക്കുന്നവനാണ് സാത്താൻ. വഴി യാത്രകൾ നിന്നെ കൊല്ലുവാൻ വേണ്ടി സാത്താൻ നോക്കുന്നു, രോഗങ്ങളിട്ട് കൊല്ലുവാൻ വേണ്ടി സാത്താൻ നിന്ന് നോക്കുന്നു. സാത്താന്റെ പരിപാടി അവൻ നിന്നെ കൊല്ലുവാൻ നോക്കുന്നവനാണ്. പക്ഷെ ഇന്ന് രാത്രി ഗ്യാരണ്ടിയോടെ ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവം നിനക്ക് തന്നിട്ടുള്ളൊരു നേരമുണ്ട്. അതിന് മുൻപ് ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല വർഷങ്ങൾക്കും 1997 ഇന്ത്യയിലുള്ളതായ ഒരു ഫെനാറ്റിക് സംഘടന, സ്തോത്രം, അതെ, രക്തത്തിൽ ഒരു 3 ലെറ്റർ എനിക്ക് അയക്കുകയുണ്ടായി. ലെറ്ററിൽ രക്തമെടുത്താണ് അവർ എഴുതിയത്. ബ്ലാക്ക് ഇങ്കിലല്ല, ബ്ലൂ ഇങ്കിലല്ല, ഹ്യൂമൻ ബ്ലഡിൽ അവർ എഴുതിയിരിക്കുകയാണ്, ഓഗസ്റ്റ് 30 മുൻപ് നീ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം. അതാണ് ആ ലെറ്ററിന്റെ രത്ന ചുരുക്കം. ഓഗസ്റ്റ് 30 മുൻപ് ഇന്ത്യയിൽ നിന്ന് നീ പുറത്തു പോകണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബോംബ് ചെയ്യും. ഓഗസ്റ്റ് 30 മുൻപ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബോംബ് ചെയ്യും. ഓഗസ്റ്റ് 30 മുമ്പ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം. ഞാനൊരു 2-3 പ്രാവശ്യം വായിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു വീണ്ടും വായിച്ചാട്ടെ. ഞാൻ വീണ്ടും വിചാരിച്ചു ഓഗസ്റ്റ് 30 മുൻപ്. വീണ്ടും കർത്താവ് പറഞ്ഞു വീണ്ടും വായിക്കുക, ഓഗസ്റ്റ് 30 മുൻപ്. വീണ്ടും കർത്താവ് പറഞ്ഞു വീണ്ടും വായിക്കുക. സ്തോത്രം, ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ ലൂസിഫറിന്റെ ലവ് ലെറ്റർ ഞാൻ എന്തിനാ വായിക്കുന്നത്? സ്തോത്രം, ഓഗസ്റ്റ് 30 മുൻപ്. കർത്താവ് പറഞ്ഞത് മാസമുണ്ട്, ദിവസമുണ്ട്, വർഷമില്ല. ഓഗസ്റ്റ് 30 മാസമുണ്ട്, സ്തോത്രം, ദിവസമുണ്ട്, അതെ, വർഷമില്ല. ഇന്ന് രാത്രി ദൈവകൃപയാൽ മനസ്സിലാക്കണേ, സ്തോത്രം, നമുക്കൊരു നേരം ദൈവം തന്നിട്ടുണ്ട്. സിയാറ്റൽ വാഷിംഗ്ടണിൽ നിന്ന് ഞാനും സൈനിയും കൂടെ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിലേക്ക് ഇങ്ങനെ ഒരിക്കൽ ഫ്ലൈ ചെയ്യുക. സ്തോത്രം, ലോസ് ഏഞ്ചൽസ് ഒണ്ടാരിയോ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുക. സ്തോത്രം, ഒരു 777 ഉള്ള ഒരു കൂറ്റൻ എയർക്രാഫ്റ്റ്, അതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കയറി. പക്ഷേ അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു വല്ലാത്ത അസ്വസ്ഥത പോലെ. അല്ല, എന്നോട് പറഞ്ഞു, വെച്ചാ സ്തോത്രം, ഏതാണ്ട് പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ കൈ പിടിച്ച് ത്രൂ ഔട്ട് ഒരു 3-3.5 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. സ്തോത്രം, സംഭവം ഇതിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നായിപ്പോയി. അത് സംഭവം ഇങ്ങനെ താണ് വരിക. കെട്ടിടങ്ങളെ കണ്ടു, കാറ് കണ്ടു, ആൾക്കാരെ കണ്ടു. സ്തോത്രം, ഒരു മിനിറ്റിന് താഴെ മതി, ഇനി അത് ഗ്രൗണ്ട് ടച്ച് ആകും. സ്തോത്രം, അത് പക്ഷേ ഇങ്ങനെ താണിങ്ങനെ വന്നപ്പോൾ കുത്തനെ അത് വീണ്ടും പൊങ്ങാൻ തുടങ്ങി. എൻ്റെ കർത്താവ്, എല്ലാവരും കൂടെ കിടന്ന് നിലവിളിച്ചു. എല്ലാവരും ഭയങ്കരമായി നിലവിളിച്ചു. അത് ഇങ്ങനെ കുത്തനെ പൊങ്ങുക. ആ കുത്തനെ പൊങ്ങിയിട്ട് വീണ്ടും തിരികെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ, വീണ്ടും കുത്തനെ പൊങ്ങിയിട്ട് കറങ്ങി തിരികെ വരുമ്പോൾ എൻ്റെ പൈലറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്, വി ആർ എക്സ്ട്രീംലി സോറി, ദർ വാസ് അനദർ എയർക്രാഫ്റ്റ് ഓൺ ദ സെയിം റൺവേ, ദാറ്റ്സ് വൈ വി കമ്പൽഡ് ടു ഗോ അപ്പ്. വേറെ എയർക്രാഫ്റ്റ് ആ റൺവേയിൽ ഉണ്ടായിരുന്നത് കൊണ്ടത്രേ നമ്മൾ മേലേക്ക് പോകേണ്ടി വന്നത്. വർഷങ്ങൾക്ക് ശേഷം, സ്തോത്രം, എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ബോംബെയിൽ. തൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഇപ്പോൾ ഇവിടെ എങ്ങാണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. സ്തോത്രം, ഫിലിപ്പിനോട് ഞാൻ പറഞ്ഞു, ഫിലിപ്പ്, ഇങ്ങനെ ഒരു 777 ഒരു എയർക്രാഫ്റ്റ്
എയർക്രാഫ്റ്റിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ കയറി. അതിങ്ങനെ ലാസ്റ്റ് സെക്കൻഡിൽ ഇത്രയും കാണും വന്നിട്ട് പൊങ്ങി. അയാൾ ഇന്ന് രാത്രി ചിലരെന്നെ തുറിച്ച് നോക്കുന്ന പോലെ ശ്വാസം വിടാതെ ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ബ്രദർ ക്വൈറ്റ് ഇംപോസിബിൾ. അത്ര വലിയ ഒരു എയർക്രാഫ്റ്റ് ഇത്രയും താണു വന്നിട്ട് ഒരിക്കലും പൊങ്ങുക എന്ന് പറഞ്ഞാൽ അസാധ്യം. ഞാൻ പറഞ്ഞു, ഫിലിപ്പ് ഏതാണ് കർത്താവിനോട് പറഞ്ഞത്? അമേരിക്കൻ ടെക്നോളജി അല്ല, പൈലറ്റിന്റെ കഴിവല്ല. ആ 2 വിമാനങ്ങൾ തമ്മിൽ തട്ടിപ്പൊട്ടി തകരാത്തത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ചിലർ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി എന്ന് പറയട്ടെ, നീ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് വരുന്ന വഴിയിൽ നിന്നെ തകർക്കാൻ ദുർഭൂതങ്ങൾ നോക്കിയതാ. കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞ മാസങ്ങൾ നിന്നെ തകർക്കാൻ സ്തോത്രം സാത്താൻ നോക്കിയതാ. എന്നാൽ സ്തോത്രം അതേ ദൈവം വിട്ടുകൊടുത്തതേ ഇല്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ കർത്താവിന്റെ വകയാണ് എന്ന് പറഞ്ഞേ. നമ്മൾ കർത്താവിന്റെ വകയാണ് മക്കളെ, ഒന്ന് പറ, നമ്മൾ കർത്താവിന്റെ വകയാണ്. ഓ സ്തോത്രം, നമ്മൾ സിറ്റിയുടെ വകയല്ല, ഹ്യൂസ്റ്റൺ പട്ടണത്തിന്റെ വകയല്ല, നമ്മുടെ സംഘടനയുടെ വകയല്ല, നിന്റെ പാസ്റ്റർ വകയല്ല, ഓ പ്രസംഗിക്കുന്ന എന്റെ വകയല്ല, നിന്റെ ഭർത്താവിന്റെ വകയല്ല, ഓ നിന്റെ ഭാര്യയുടെ വകയല്ല. പിന്നെയോ നീ കർത്താവിന്റെ വകയത്രേ. കർത്താവിന്റെ വക എന്ന് പറയുന്നത് കരങ്ങൾ ഉയർത്തവനെ മഹത്വം കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ദുർഭൂതങ്ങൾ നിന്നെ തകർക്കാൻ നോക്കിയതാ. മാരക രോഗങ്ങൾ നിന്നെ തകർക്കാൻ നോക്കിയതാ. എന്റെ കുഞ്ഞെ, നീ നിന്നതല്ല, അവൻ നിന്നെ നിർത്തിയതത്രേ. നീ വന്നതല്ല, അവൻ നിന്നെ കൊണ്ടുവന്നതത്രേ. നീ ആയതല്ല, അവൻ നിന്നെ ആക്കിയതത്രേ. കഴിഞ്ഞ കാലങ്ങളിൽ സാത്താൻ നിന്നെ തകർക്കുവാൻ നോക്കി. പക്ഷേ ദൈവത്തിന്റെ കൃപകൾ നിനക്കൊരു നേരം ഉണ്ടായിരുന്നു. നിനക്കൊരു നേരം ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ വാച്ചിലല്ല നിന്റെ നേരം, കലണ്ടറിലല്ല നേരം, യുഗങ്ങളുടെ കർത്താവ് നിനക്ക് തന്നിട്ടുള്ളൊരു നേരമുണ്ട്. നിന്റെ തലയിൽ ബോംബ് വീണാലും ആ കഷണ്ടി തലയിൽ അത് റബ്ബർ പോലെ തട്ടി അത് പുറത്തു പോകത്തേ ഉള്ളൂ. നിങ്ങളെ സ്തോത്രം, ദൈവത്തിന്റെ സമയം അനുവദിക്കാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു മന്ത്രവാദം നിന്നെ തൊടുകയില്ല, ഒരു ഭൂതത്തിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. സമൂഹത്തിന് മുമ്പേ ഒരു രോഗത്തിന്, ഒരു ക്യാൻസറിന് നിന്നെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു ഹാർട്ട് അറ്റാക്കിന്, ഒരു ബ്രെയിൻ ഹെമറേജിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം ഇന്ന് രാത്രി ദൈവകൃപയിൽ ഞാൻ പറയട്ടെ, നീ ദൈവത്തിന്റെ പൈതലാണ്. എത്ര ദൈവത്തിന്റെ മക്കളുണ്ട്, എത്ര ദൈവത്തിന്റെ മക്കളുണ്ട്. റിയലി നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ God is with you, Jesus is in you, Holy Spirit is upon you, angels are around you. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ കർത്താവ് നിന്നോട് കൂടെ, യേശു കർത്താവ് നിന്റെ ഉള്ളിൽ, ഓ പരിശുദ്ധാത്മാവ് നിന്റെ മീതെ, ദൂതന്മാർ നിന്റെ ചുറ്റും. You are more than conqueror in Christ Jesus. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് പോരാ ശബ്ദമുയർത്തി ദൈവത്തിന്റെ കരുതലുകൾക്കായി എല്ലാവരും മഹത്വം കൊടുത്തേ. നിന്നോടൊപ്പം അമേരിക്ക ഇറങ്ങിയ പലതും എന്നെ രാത്രി മണ്ണിനടിയിലിരിക്കുക കേട്ടോ. നിന്നോട് പൈസയിൽ കിടന്ന പലതും എന്നെ അടിച്ചു പോയി. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ, അണഞ്ഞു പോകാത്ത ദീപം പോലെ ദൈവം നിന്നെ നിർത്തിയെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ കുറിച്ച് ഒരു ഭയങ്കര പദ്ധതി എന്റെ ദൈവത്തിനുണ്ട്. നിന്നെ കുറിച്ചൊരു ഭയങ്കര പദ്ധതി ഉണ്ടെന്നാ ഈ രാത്രി ദൈവാത്മാവ് ഞാൻ പറഞ്ഞത്. നീ ഒരു സാധാരണ സൺഡേ ക്രിസ്ത്യൻ അല്ല. നീ ഏതോ പണിയ സ്തോത്രം $10 ഞായറാഴ്ച അതേ സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഇടേണ്ട വ്യക്തിയല്ല. എന്തോ ഒരു വലിയ പദ്ധതി, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയതൊരു പദ്ധതിക്ക് വേണ്ടി നീ അറിയാതെ സ്വർഗത്തിൽ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് തന്ന് ദൈവത്തിന്റെ കൃപയാൽ ദൈവം തന്നെ നിർത്തിയിരിക്കുന്നത്. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രം. വളവുകളിൽ, ജീവിതത്തിന്റെ തിരിവുകളിൽ അടിച്ചു മാറ്റാൻ സാത്താൻ അവകാശം ചോദിച്ചിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല, ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാർക്കൊന്ന് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പിള്ളേർക്ക് മനസ്സിലാകത്തില്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ പഠിച്ചു വരുന്നതായ സമയത്ത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഈ നാട്ടുമാവ് നിൽക്കുന്ന റോഡ് സൈഡിൽ, പഞ്ചായത്തിൻ്റെ വകയാണ് റോഡ് സൈഡിൽ. മക്കളെ നാട്ടിൽ വന്നാൽ കാണിച്ചു തരാം, ഇവിടെ ചെയ്യല്ലേ. ഇനി അങ്കിൾ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് എന്നെ പോലീസ് കയറ്റല്ലേ പ്ലീസ്. സ്തോത്രം. അങ്ങനെ റോഡ് സൈഡിൽ മാവ് നിൽക്കുക, ഞങ്ങൾ എറിഞ്ഞ് മാങ്ങ കൊലകൊലാമന്തിരിങ്ങ പോലെ അതെ സ്തോത്രം, മാങ്ങ വീണ് എടുത്ത് തിന്നാം. എൻ്റെ കൂടെ ഒരു ചെറുക്കനുണ്ടായിരുന്നു, അനിൽകുമാർ, ഒരു സതീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുസാണ്. അത് പപ്പയുടെ വീടിൻ്റെ ഏരിയ, എല്ലാവരും ഹിന്ദുസാണ്. സ്തോത്രം. അവർ പറഞ്ഞു, ഇടാ നാട്ടു മാങ്ങ തന്ന് ബോറടിക്കുന്നു. വേണ്ട, ആ കോമ്പൗണ്ടിൽ നല്ല വെള്ളരി മാങ്ങ നിൽക്കുന്നു.
കോമ്പൗണ്ടിനകത്ത് വെള്ളരി മാവ് നിൽക്കുന്നു. നമുക്കതിനെ അറിയാം. അന്നറിയത്തില്ല, ഇന്നറിയാം. നല്ലൊരു ക്യാപ്റ്റൻ്റെ വീടായിരുന്നു അത്. സ്തോത്രം. എന്നെ പോലെയല്ലേ അവന്മാര്? ഞങ്ങളെല്ലാം നല്ല സ്തോത്രം ഉഷാറുള്ള നല്ല പാമ്പിള്ളേരല്ലേ? സ്തോത്രം. അതെ, ഒരുത്തനെടുത്താരെ കാലിലെടുത്ത് നന്നായിട്ട് എറിഞ്ഞ മാവിലെ കല്ല് പതിച്ചതും ഒരു സിംഹ ഗർജനം കേട്ടു. ആരടാ എന്റെ മാവിലെറിഞ്ഞത്? ഞങ്ങൾ വിട്ടു. PT ഉഷ ഓടിയാലും ജയിക്കത്തില്ലായിരുന്നു. ആ വേഗതയിൽ ഞങ്ങൾ വിട്ടു. ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ സാത്താൻ ഇതുപോലെ സ്തോത്രം അതെ എഴുന്നേൽക്കുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹം അവൻ പറയും, തൊട്ടുപോകല്ലേ, ആ കുടുംബത്തെ തൊട്ടുപോകല്ലേ, എന്റെ ദാസിനെ തൊട്ടുപോകല്ലേ, എന്റെ ദാസിയെ തൊട്ടുപോകല്ലേ. നീ പബ്ലിക് പ്രോപ്പർട്ടി അല്ല. നിന്നെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ഇന്ന് രാത്രി ആളുണ്ട്. വാഴ്ചകളെ, അധികാരങ്ങളെ, ഈ അന്ധകാരത്തിന്റെ രോഗാധിപതിയെ, സ്വർലോകങ്ങളെ, ദുഷ്ടാത്മ സേനമേ, ഈ ജനത്തെ തൊടുവാൻ നിനക്ക് കഴിയത്തില്ല. കാരണം എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. is a consuming fire. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ സാത്താൻ ആരാണ്? കുഞ്ഞുങ്ങളെ കേക്ക്, കണ്ണു തുറന്ന് കേക്ക്. സാത്താൻ ആരാണ്? സാത്താൻ Isaiah 14:19 the Bible says he is an abominate branch. Abominate branch, that means he is a dry wood. അവനോട് ഉണങ്ങിയ വിറകെന്നർത്ഥം. ഉണങ്ങിയ വിറകാണ് സാത്താൻ. ദൈവം അവനെ വെട്ടി എറിഞ്ഞു കളഞ്ഞല്ലോ. ഉണങ്ങിയ വിറകാണ്. ഉണങ്ങിയ വിറക്. ദൈവം തീ, അവൻ വിറക്. ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണെന്നറിയാം? പുട്ടും കടലയും അല്ല, സാമ്പാറും ഇഡലിയും അല്ല. ബെസ്റ്റ് കോമ്പിനേഷൻ ഉണങ്ങിയ വിറകും ദഹിപ്പിക്കുന്ന അഗ്നിയും. മതി ആശീർവാദം പറഞ്ഞു വിടാൻ തോന്നുന്നു എനിക്ക്. സ്തോത്രം. വേറെ ഒന്നും കേട്ടില്ലെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ. ഓ സ്തോത്രം. അതെ, ദഹിപ്പിക്കുന്ന അഗ്നിയും ഉണങ്ങിയ വിറക്. ആര് കൂടോത്രം ചെയ്താൽ, എത്ര വലിയ പോരാട്ടത്തിലൂടെ പോയാൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, നിന്നെ തൊടത്തില്ല. ആരാത്മഹത്യ ചെയ്ത വീടും നിനക്ക് വിലയ്ക്ക് വാങ്ങിക്കാം. ഏത് ദുർമാന്ത്രവാദം നടന്ന കെട്ടിടത്തിൽ സുഖമായിട്ട് നീ കയറി കിടന്ന് പാർക്കും. സ്തോത്രം. കാര്യം എന്തെന്നറിയോ? ആ ഭൂതത്തിന് നിന്നെ തൊടുവാൻ കഴിഞ്ഞത്തില്ല. എന്റെ ദൈവം നിനക്ക് തന്നിട്ടുള്ളൊരു നേരം ഉണ്ടാകും. അയ്യോ, എല്ലാവരും ഒരു ആമേൻ പറഞ്ഞാട്ടെ. പോരാ, ചുറ്റിരിക്കുന്ന 3 പേരെ തൊട്ട് പറ, നമുക്കൊരു നേരമുണ്ട്. പറകളെ, നമുക്കൊരു നേരമുണ്ടെങ്കിലേ, നമുക്കൊരു നേരമുണ്ട്. കൈതാ, നമുക്കൊരു നേരമുണ്ട്, നമുക്കൊരു നേരമുണ്ട്, നമുക്കൊരു നേരമുണ്ട്, നമുക്കൊരു നേരമുണ്ട്. ഭൂതം പറയുന്ന നേരമല്ല, മനുഷ്യൻ പറയുന്ന നേരമല്ല, നമുക്കൊരു നേരമുണ്ട്. ഓ നോക്ക്, സ്തോത്രം. ഈ മനുഷ്യൻ അവിടെ കിടന്ന് രാത്രിയും പകലും നിലവിളിക്കുക. കല്ലറകളോ പാർക്ക് തുണി ഉടുക്കുന്നതിന്റെ ആരെക്കാലം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ ബലത്തിനാൽ സ്തോത്രം അതാണ് അതെ നിറഞ്ഞിരിക്കുക. സ്തോത്രം. അങ്ങനെയുള്ളൊരു വല്ലാത്ത പ്രകൃതിയിൽ നിറയപ്പെട്ടതായ ആ മനുഷ്യൻ സ്തോത്രം 6000 ഭൂതം അവൻ ദണ്ഡിപ്പിക്കുക. എത്ര ഭൂതം? 6000 ഭൂതം. ഒരിക്കൽ കൂടെ 6000 ഡീമൻസ്. എത്രയാണ്? 6000 ഭൂതം. 6000 ഭൂതം ഒരുത്തനെ അലക്കുക. 6000 ഭൂതം ഒരുത്തനെ അലക്കുക. 6000 ഭൂതവും ഈ ഭൂതഗ്രസ്തന്. പക്ഷെ മറുവശത്ത് ഞാൻ നോക്കുമ്പോൾ യേശുവും 12 ശിഷ്യന്മാരും. അയ്യോ, ESPN നിങ്ങൾ കാണുന്നത് പോലെ സ്തോത്രം 2 ഫുട്ബോൾ ടീം ഒരുമിച്ച് ഏറ്റുമുട്ടാൻ വരിക. 2 റെസ്ലിംഗ് ടീം. കണ്ടിട്ടില്ല ഞാൻ. ചർച്ചിനകത്തുള്ള റെസ്ലിംഗ് അല്ല മക്കളെ പറഞ്ഞത്, ചർച്ചിന് പുറത്തുള്ള 2 റെസ്ലിംഗ് ടീം ഒരുമിച്ച് സ്തോത്രം ഇതാ ഏറ്റുമുട്ടാനായി വരിക. 6000 ഭൂതവും ഒരു മനുഷ്യനും. സ്തോത്രം. ഇവിടേക്ക് ഇതാ യഹൂദ ഗോത്രത്തിലെ സിംഹവും തന്റെ 12 ശിഷ്യന്മാരാ അതാ വരിക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയത്തില്ല. പക്ഷെ അത് കണ്ടപ്പോ ഞാനൊക്കെ കൈയടിച്ച് ബഹളുണ്ടാക്കി ഒരു കൊച്ചിനെ പോലെ ചാടി തുള്ളിയിട്ട് ഞാൻ പറഞ്ഞു, കിട്ടിപ്പോയി പിശാച, ഇനി നിനക്കവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കർത്താവ് വരുന്നു, എന്റെ കർത്താവ് വരുന്നു, എന്റെ കർത്താവ് വരുന്നു. നീ അവനെ തുലയ്ക്കണമായിരുന്നു, പണ്ട് തുലയ്ക്കണമായിരുന്നു. നീ എന്നെ തകർക്കണമായിരുന്നു, പണ്ട് തകർക്കണമായിരുന്നു. ഇനി പറ്റത്തില്ല. ചെറുതാനും നീ ലേറ്റായി വരുന്നവനാ. എന്റെ കർത്താവ് താമസിച്ച് വരത്തില്ല, നേരത്തെ വരത്തില്ല. അവൻ തക്ക സമയത്താണ് വരുന്നത്. അവൻ സ്തോത്രം. നീ അവനെ തകർക്കണമായിരുന്നു, പണ്ട് തകർക്കുക. ഞാൻ നിങ്ങളെ കാര്യമാണ് പറയുന്നത്. പിശാച് നിന്നെ ഉടയ്ക്കണമായിരുന്നു, പണ്ടായിരുന്നു. സത്താൻ നിന്നെ തുലയ്ക്കണമായിരുന്നു, പണ്ടായിരുന്നു. ഇനി പറ്റത്തില്ല. കാര്യം എന്ത്? ഈ 10ന്റെ തന്നെ മറവിനും സർവശക്തന്റെ നിഴലിന് കീഴിൽ നീ കയറി കഴിഞ്ഞു. അവന്റെ വിശ്വസ്തയുടെ ചിറകിൻ കീഴിൽ നീ വന്നത് കൊണ്ട് ഇനി നിന്നെ തൊടുവാൻ, നിന്റെ കുടുംബത്തെ തൊടുവാൻ, നിന്റെ സന്ദേഹിയെ തകർക്കുവാൻ സാത്താന് കഴിയത്തില്ല. വിശ്വാസമുള്ളവർ മാത്രം 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 ദൈവത്തെ സ്തുതിച്ചാട്ടെ. മകനായി സ്തോത്രം പറ, ആ മകൾക്കായി സ്തോത്രം പറ, ആരോഗ്യത്തിനായി സ്തോത്രം പറ, സമ്പത്തിനായി സ്തോത്രം പറ, ഭാര്യയ്ക്കായി സ്തോത്രം പറ, കരിയറിനായി സ്തോത്രം പറ. ഇനി 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 ഒരിക്കലും ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിയത്തേയില്ല. കാരണം സ്തോത്രം ജീസസ്, യേശുവിന്റെ സമയത്തെത്ര നീ ജീവിക്കുന്നത്, യേശുവിന്റെ സീസണിൽ എത്ര നീ ആയിരിക്കുന്നത്, അവന്റെ കരമത്തിന് നിനക്ക് അനുകൂലമായിരിക്കുന്നത്. ദൈവം അനുകൂലമെങ്കിൽ
യേശുവച്ചാ നീ എന്തിനാ വരുന്നത്? അതെ, ഞാൻ 7 പോയിന്റുള്ള ബൈബിൾ ക്ലാസ്സിനല്ല ഞാൻ വരുന്നത്. എനിക്ക് ഒരു വിടുതലിന്റെ ശുശ്രൂഷയുണ്ട്, അതിനാ വരുന്നത്. എന്നെ നോക്ക്. സ്തോത്രം, ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വരുന്നത്. വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴാ കാറും കോളും. ദൈവദാസന്മാരെ, സ്തോത്രം, ഇന്ന് രാത്രി അതെ നിങ്ങൾക്ക് പാസ്റ്റേഴ്സിന് അറിയാം. വഴിയിൽ യാത്രയിൽ കുഴപ്പമുണ്ടെങ്കിൽ മനസ്സിലാക്കണം. മറകരയിൽ ഏതോ കെട്ടുകൾ എനിക്ക് അഴുകിയാലുണ്ടായത്. നിന്റെ ശുശ്രൂഷ വേറെ ആർക്കുമില്ലാത്ത ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ ശുശ്രൂഷ ഒരു വിടുതലിന്റെ ശുശ്രൂഷയാണ്. ഏത് ചർച്ചിൽ കാല് വെക്കും അവിടെ ചിലത് വിടുതൽ പ്രാപിക്കും. ഇന്ന് രാത്രി മൈക്ക് എടുത്ത് ഞാൻ എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി ചിലതിനെ കേട്ടോ അടിയും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില നുഖങ്ങൾ തകരും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ ഉടയും. ഇന്ന് രാത്രി അന്ധകാര ഭൂതങ്ങളുടെ സ്തോത്രം ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ദുഷ്ട ശക്തികളെ, ദുരാത്മാക്കളെ, നിന്റെ സീസൺ കഴിഞ്ഞു. ഇത് യേശുവിന്റെ സമയമത്രേ. കാറ്റടിക്കുക, തിരമാല പൊങ്ങുക. യേശു കർത്താവ് ഉറങ്ങുക. അയ്യോ, ഇവിടെ രണ്ടുപേരും ഇരുന്ന് ഉറങ്ങുന്നത് പോലെ കർത്താവ് ഇരുന്ന് ഉറങ്ങുക. സ്തോത്രം, കർത്താവ് ഉറങ്ങുക. കർത്താവ് എന്തായിരുന്നു ഉറങ്ങിയേ? കർത്താവ് ഉറങ്ങിയേ. കർത്താവിനറിയാം, ഈ കൊടുങ്കാറ്റിന്, ഈ പേമാരിക്ക് എന്നെ മുക്കാൻ പറ്റത്തില്ല. എൻ്റെ പേരാ വിശ്വാസം, എൻ്റെ പേരാ ധൈര്യം. അയ്യോ പതുക്കെ പറ, സാത്താൻ കേൾക്കും എന്ന് പറയുന്ന പുള്ളികളുണ്ട്. അയ്യോ എല്ലാവരും പ്ലീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, സ്തോത്രം, നിനക്ക് അത്ര പേടിയാണെങ്കിൽ അതെ കപ്പയ്ക്ക് കളിക്കാൻ പോ. കാരണം സുവിശേഷമല്ല, നേരെ ചൊവ്വേ ചെയ്യണമെങ്കിൽ ധൈര്യമുള്ളവനെ മാത്രമേ പറ്റത്തുള്ളൂ. തീരുമാനിച്ചോട്ടെ, എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ മാത്രം ഞാൻ മുട്ടുമടക്കും, വേറെ ഒരുത്തന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കത്തില്ല. അഹങ്കാരമല്ല ഞാൻ പറഞ്ഞത്, വിശ്വാസം അത്രേ ഞാൻ പറഞ്ഞത്. ആരോ എന്നെ തുറച്ചു നോക്കിച്ചാൽ, നീ തീർന്നില്ലേ ബ്രദർ? സോറി, തുടങ്ങിയതേ ഉള്ളൂ സഹോദര. സ്തോത്രം. ആ കാറ്റ്, ആ തിരമാല, പേടിക്കുന്നില്ല, ആ കിടന്ന് ഉറങ്ങ. അവനറിയാം ഇതിനൊന്നിനും എന്നെ നോക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ നശിക്കുന്നു. അവൻ എഴുന്നേറ്റു, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. അവൻ കടലിനെ ശാസിച്ചില്ല. കടലിനെ ശാസിച്ച് കടല് വറ്റിപ്പോയതിന് പിന്നെ നടന്നു പോയി വരാണ്. അവൻ കാറ്റിനെ ശാസിച്ച്. കാറ്റിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കാറ്റിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി. കാറ്റിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി. കള്ളം പറഞ്ഞതാ. എന്തോ നിറ കാറ്റിന്, എന്തോ നിറ. നോ, കാറ്റിനെ കാണാൻ പറ്റത്തില്ല, കാറ്റിനെ ഫീൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. ചില വീട്ടിൽ പോകുമ്പോൾ, ചില പട്ടണങ്ങളിൽ പോകുമ്പോൾ, ചില ഇടങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ചിലത് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്, കാണാറില്ല. ചിലത് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പോരാട്ടമല്ല ഫീൽ ചെയ്യുന്ന, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അത്ര ഞാൻ ഫീൽ ചെയ്യുന്നത്. യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ശാസിക്കേണ്ടതിനെ ശാസിച്ച്, ശാന്തമാകേണ്ടതിനെ ശാന്തമാക്കി. കർത്താവ് കരയിലെത്തിയപ്പോൾ സിറ്റി മേയറല്ല യേശുവിനെ സ്വീകരിക്കാൻ വന്നത്, ഭൂതഗ്രസ്തനാ വന്നത്. ഭൂതഗ്രസ്തൻ ആലറി വിളിച്ചുകൊണ്ടാ വന്നത്. യേശു അവനോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, എന്റെ പേര് ലെഗിയോൻ. 6000 ഭൂതം പുറത്തു പോകാൻ കർത്താവ് 60,000 പ്രാവശ്യം ശാസിച്ചില്ല. സ്തോത്രം. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോ 6000 ഭൂതം ഒരുമിച്ച് ഇറങ്ങിപ്പോയി. ഘട്ടം ഘട്ടമായി വിടുതൽ ഉണ്ടായിരിക്കും. ഇതെന്നാ സ്തോത്രം. അതെ, ടാക്സ് കൊടുക്കുന്ന പോലെയാണോ? വർഷം സ്തോത്രം ടാക്സ്? നോ. സ്തോത്രം. കർത്താവ് ചെയ്തപ്പോ, കർത്താവ് പറഞ്ഞപ്പോ ഒരുമിച്ച് ഇറങ്ങിപ്പോയതാ. മനസ്സിലായില്ല? ഘട്ടം. നോ, അങ്ങനെയല്ല. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോ സ്തോത്രം, ഊമനും ചകടനുമായ സ്തോത്രം ആ ദുരാത്മ വിട്ടുപോയി. അവന്റെ വായും തുറന്നു, അവന്റെ ചെവിയും തുറന്നു. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോ 6000 ഭൂതം ഒരുമിച്ച് ഇറങ്ങി. ആമേൻ പറയാമോ? കർത്താവിന്റെ ഒരു വാക്കിന് മുൻപിൽ 6000 ഭൂതം ഇറങ്ങി. 2000 പന്നി ചെന്ന് കയറി. 6000 ഭൂതം 2000 പന്നിയിൽ. മക്കളെ ഒന്ന് കൂട്ടിക്ക്, കാൽക്കുലേറ്റർ എടുത്ത്. സ്തോത്രം. 6000 ഭൂതം 2000 പന്നി കയറി. അങ്ങനെയെങ്കിൽ ഒരു പന്നിക്ക് എത്ര ഭൂതത്തെ കിട്ടി? സ്തോത്രം. കണ്ടോ? അമേരിക്കക്കാരൻ പറയുന്നു 3. സ്തോത്രം. അവന്റെ മാതാപിതാക്കൾ മലയാളം സംസാരിക്കുന്നു, അതുകൊണ്ടൊക്കെ ഞാൻ കൃത്യമായിട്ട് 3 എന്ന് പറഞ്ഞേ. സ്തോത്രം. നമുക്ക് 6000 ഭൂതം 2000 പന്നി കയറിയപ്പോ ഒരു പന്നിക്ക് ശരാശരി 3 ഭൂതമാണ് കിട്ടിയത്. ആ 3 ഭൂതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പന്നിക്ക് പറ്റിയില്ല. പന്നി ഓടിച്ച ആത്മഹത്യ ചെയ്തത്. 3 ഭൂതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ
പന്നിക്ക് പറ്റിയില്ല, പന്നി ചെന്ന് ആത്മഹത്യ ചെയ്തു. അപ്പൊ എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാൻ ചോദിച്ചു, ആരേ പാപ്പരെ എന്റെ കർത്താവ്, അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെയാ ഇത്ര അഡ്ജസ്റ്റ് ചെയ്തത്? രാത്രിയും പകലും അവനെ കൊല്ലാൻ സാത്താൻ നോക്കിയതാ, അവൻ തന്നെ കൊല്ലാൻ നോക്കിയതാ. പക്ഷെ എന്നിട്ട് അവനെ സ്തോത്രം, അവന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ, അവൻ തകരുവാൻ അതേ കർത്താവ് അനുവദിച്ചില്ല. ഞാൻ പറയട്ടെ, ഭൂതം നിന്നെ തകർക്കാൻ നോക്കും, നീ തന്നെ നിന്നെ തകർക്കാൻ നോക്കും. സാത്താൻ നിന്നെ തകർക്കാൻ നോക്കിയാലും, നീ തന്നെ തകരാൻ നോക്കിയാലും നീ തകരത്തില്ല. കാരണം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സാത്താൻ നിന്നെ തകർക്കാൻ നോക്കിയതാ, നീ തന്നെ തകരാൻ വേണ്ടി ശ്രമിച്ചതാ. പക്ഷെ എന്റെ ദൈവം പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. യേശു കർത്താവ് അവനെ വിടുവിച്ചു. ഇത് രാത്രി ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ പദ്ധതി ഉണ്ടെന്ന് പറയുന്നത് മാത്രം കരങ്ങളെ ചലിപ്പിച്ചാണ്. യേശുവിന്റെ നാമത്തില് യേശു കർത്താവിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. വിടുതൽ പ്രാപിച്ചു, സുബോധം ഉണ്ട്. യേശു കർത്താവിന്റെ പാദത്തിൽ ഇരുന്നു. യേശു കർത്താവിന്റെ പാദത്തിൽ ഇരുന്നപ്പോ ചോദിച്ചു, യേശുവേ ഞാൻ നിന്റെ കൂടെ വരട്ടെ? യേശു പറഞ്ഞു, നോ. സ്തോത്രം, നീ ആ 10 പട്ടണത്തിലേക്ക് മടങ്ങിപ്പോ, നീ ആ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോ. കാരണം അതുവഴി ആർക്കും സ്തോത്രം അതെ നടക്കാൻ കഴിയാതെ നീ ഓടി നടന്നതാ. നീ ഒരു പേടി സ്വപ്നമായിരുന്നു, നീ ഒത്തിരി ലജ്ജാ വിഷയമായിരുന്നു, നീ തുണി കൊടുക്കാതെ ഓടിയവന്. സ്തോത്രം, അവരുടെ നടുവിലേക്ക്, അവരുടെ അതേ പട്ടണത്തിലേക്ക് നീ മടങ്ങിപ്പോ. ഇന്ന് രാത്രി സ്തോത്രം, ഞാൻ പറയട്ടെ, എവിടെയാണോ നീ നാണം കെട്ടു എന്ന് വിചാരിച്ചത്, എവിടെയാണോ നീ തകർക്കപ്പെട്ടു എന്ന് വിചാരിച്ചത്, അവരുടെ നടുവിൽ എൻ്റെ ദൈവം വിടുതലോട് നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുകയാണ്. എവിടെയാണ് നീ അവസാനിച്ചത് മറ്റുള്ളവർ പറഞ്ഞത്, അവിടെ നടുവിൽ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്ന് എൻ്റെ ദൈവം നിന്നെ അതേ സ്തോത്രം നടത്തുവാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഏത് പുസ്തകം പറയുന്നു, അവൻ പോയി ദെക്കപ്പൊലി നാടിൽ, that means 10 cities, 10 പട്ടണങ്ങളിൽ അവൻ യേശുവിന്റെ വിടുതൽ അവനെ ഘോഷിച്ചു തുടങ്ങി. 10 പട്ടണത്തിന് അവൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏത് പട്ടണത്തിലാണോ ദുരാത്മാക്കൾ അവനെ ഓടിച്ചു കൊണ്ടിരുന്നത്, അതേ പട്ടണത്തിന് അവൻ മഹത്വത്തിന്റെ സാക്ഷിയായി തീർന്നു. ഈ രാത്രി നീ പറയുന്നത്, എന്നെ വിടുവിക്കണമേ, എന്നെ വിടുവിക്കണേ, എന്നെ വിടുവിക്കണമേ. യെസ്, ദൈവം നിന്നെ വിടുവിക്കും. നല്ലത്, ദൈവം നിന്നെ വിടുവിക്കുന്നത് ഒരു പാർഷ്യൽ ഡെലിവറൻസ് മാത്രമാണ്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ഒരു ടോട്ടൽ ഡെലിവറൻസ് ആകുന്നത് എപ്പോഴെന്നറിയോ? നിന്നിലൂടെ മറ്റുള്ളവർ വിടുതൽ പ്രാപിക്കുമ്പോഴാണ്. ദൈവം നിന്നെ വിടുവിക്കുന്നത്, ദൈവം നിന്നെ വിടുവിക്കുന്നത്, കേക്ക്, ദൈവം നിന്നെ വിടുവിക്കുന്നത് ആയിരങ്ങൾക്ക് നീ അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. ഒരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, സ്തോത്രം, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനാണ് മോശ. ഏത് നദിയിൽ, ഏത് വെള്ളത്തിൽ നിന്ന് ഏത് മോശയെ വലിച്ചെടുത്തോ? ഏത് പുസ്തകം പറയുന്നു, സ്തോത്രം, 80 വർഷം ഏകദേശം കഴിഞ്ഞപ്പോ അതേ നദിയിലെ വെള്ളത്തെ രക്തമാക്കാൻ അതേ മോശയെ ദൈവം ബലപ്പെടുത്തി. ഏതിൽ നിന്നാണ് നീ പുറത്തു വന്നത്, അതിന്മേൽ ദൈവം നിനക്കൊരു അധികാരം തരികയാണ്. ഏത് വെള്ളത്തിൽ നിന്നാണോ നീ പുറത്തു വരുന്നത്, അതേ വെള്ളത്തെ രക്തമാക്കാൻ ദൈവം നിനക്ക് അധികാരം തരിക. മനസ്സിലാക്കുന്നു? അഹരോന് അധികാരമില്ല, ഹൂരിന് അധികാരമില്ല, ഇതിന്റെ കൂടെ ഇരുന്ന് കൈയടിക്കുന്ന വേറെ ആർക്കും അധികാരമില്ല. ഏത് വെള്ളത്തിൽ നിന്നാണോ നീ പുറത്തു വന്നത്, യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ ഒരു എക്സ്ട്രാ അതോറിറ്റി ദൈവം നിനക്കത്രേ നൽകുന്നത്. വെള്ളത്തിന്റെ മേൽ അധികാരം. കാരണം അവൻ വെള്ളത്തിൽ നിന്നാണ് വലിച്ചെടുത്തത്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ചെങ്കലിന്റെ കരയിൽ നിന്ന് വാടിയെ സ്തോത്രം. അത് ആ ചെങ്കലിനെ നേരെ തെറ്റി എന്ന് വിക്കി പറയുമ്പോ കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞു, മോശെ, നീ എന്നോട് നിലവിളിക്കുന്നതെന്ന്, നീ എന്നോട് നിലവിളിക്കുന്നത്, നീ വടിയെടുത്ത് കടലിനെ വിഭാഗിക്ക്, നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അതിന്റെ അർത്ഥം, നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഈ വെള്ളത്തിന്മേൽ അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുക. ഇന്നലകളിൽ ഏത് വെള്ളമാണോ അന്ന് എന്നെ മുക്കാൻ വേണ്ടി നോക്കിയത്, അത് ക്യാൻസർ ആയിരിക്കാം, അത് മറ്റേതെങ്കിലും മാരക രോഗങ്ങളായിരിക്കാം, ഏതൊക്കെ വെള്ളമാണോ നിന്നെ മുക്കാൻ നോക്കിയത്, എൻ്റെ ദൈവം വിട്ടുകൊടുത്തില്ല. കുഞ്ഞു, ദൈവം നിന്നെ വിടുവിച്ചു എങ്കിൽ അതേ വിഷയങ്ങളിൽ കിടക്കുന്ന ആയിരങ്ങളെ വിടുവിപ്പാൻ ദൈവം നിന്റെ കരങ്ങളെ ബലപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, ഇന്നലൊക്കെ ഏതെങ്കിലും വിഷയങ്ങൾ നീ കിടന്ന് പിടച്ചപ്പോൾ ദൈവം നിന്നെ വിടുവിച്ചുവെങ്കിൽ, വിടുവിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? വിടുവിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കമോൺ, എത്ര പേരുണ്ട്? ഏതെങ്കിലും വിഷയങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരുടെ കരങ്ങൾ മാത്രം ഉയരട്ടെ. സ്തോത്രം. ദൈവം തന്നെ വിടുവിച്ചത് ഞായറാഴ്ച ചർച്ചിന്റെ കസേരയുടെ പൊടി തുടയ്ക്കാൻ വേണ്ടിയല്ല, ആയിരങ്ങളെ വിടുവിപ്പാൻ അത്രേ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, സ്വർഗത്തിലേക്ക് നോക്ക്. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആയിരങ്ങൾക്ക് നിന്നിലൂടെ വിടുതലുണ്ട്. എഴുന്നേറ്റ് നിന്നാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾ ഒത്തിരി സ്തോത്രം നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും മുന്നിൽ വന്നാട്ടെ. ദയവായി വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിൽക്കുന്ന സ്ഥലങ്ങൾ വിട്ട് എല്ലാ സഹോദരി സഹോദരന്മാർ എത്രത്തോളം മുന്നിലേക്ക് വരാമോ അത്രത്തോളം ദയവായി മുന്നിലേക്ക് വന്നാട്ടെ. നടക്കുക.
മുന്നിലേക്ക് നടക്കുക. 2 മിനിറ്റ് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും. വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Come into the mighty hand of Jesus. വേഗത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ വിട്ട് വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. നിൽക്കുന്ന സ്ഥലങ്ങൾ വിട്ട് വേഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വന്നാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ അങ്കിളുമാർ, എല്ലാ സഹോദരന്മാർ, താങ്ക് യു ജീസസ്. ഇന്നയോ എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. അനുഭവിച്ചൊരു പാടിയേ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനുടൻ മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനുടൻ മതിയായവൻ. ഒരു നാളും കൈവിടില്ല. വിശ്വസിക്കുന്നവന് ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇരുകരങ്ങൾ ഉയർത്തി. ഒരു നാളും മറക്കുകയില്ല. യേശുവേ, എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. യേശു, come on. യേശു, ഓ യേശു ആയിരം വലിയവൻ. ശബ്ദം ഉയർത്തി. യേശു, യേശു, യേശു ആയിരം മതിയായവൻ. ശബ്ദം ഉയരട്ടെ. യേശുവേ, യേശു, ഓ യേശു ആയിരം വലിയവൻ. യേശു, യേശു, യേശു ആയിരം മതിയായവൻ. അവസാനമായി ശബ്ദം ഉയർത്തി. യേശു, ഓ യേശു, സ്വർഗ്ഗം കേൾക്കട്ടെ. യേശു ആയിരം വലിയവൻ. യേശു, യേശു, യേശു ആയിരം മതിയായവൻ. കരങ്ങൾ ഉയർത്തി പാടിയാട്ടെ. ഈ ഓളങ്ങളിൽ തിരുമാലങ്ങളിൽ നീ മുന്നോട്ടാ. വ്യക്തിയായ കുടുംബമായി നീ മുന്നോട്ടാ. നീ വന്ന കാറിന് റിവേഴ്സ് ഗിയർ ഉണ്ട്. നിന്റെ വിശ്വാസ ജീവിതത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല.
നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ റിവേഴ്സ് ഗിയർ ഇല്ല. നിന്റെ ശുശ്രൂഷയ്ക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഒരിക്കലും നീ പിന്നോട്ട് പോകത്തില്ല. ഒരു കാരണവശാലും നീ പിന്നോട്ട് പോകത്തില്ല. എന്നും നീ മുന്നോട്ട്, എപ്പോഴും നീ മുന്നോട്ട്. മുന്നേറുന്നവരുടെ സ്വരം ഉയരട്ടെ. മുന്നേറ്റത്തിന്റെ സ്വരം ഉയരട്ടെ. മുന്നേറ്റത്തിന്റെ സ്വരം ഉയരട്ടെ. കണ്ണുനീരോടെ, കണ്ണുനീരോടെ, ഹൃദയത്തിൽ നിന്ന്. Come on, don't hesitate to pour your tears before the presence of Jesus. നീ മുന്നോട്ടാ, നീ മുന്നോട്ടാ, നീ മുന്നോട്ടാ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും തകർന്നു. നിന്റെ കൂടെ ഇറങ്ങിയ പലരും വീണു. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഫീൽഡ് ഔട്ടായി. അണഞ്ഞു പോകാത്ത ദീപമായി ദൈവം നിന്നെ നിർത്തി. ഇന്നലകളിൽ നിർത്തിയ ദൈവം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ നാളെയും നിന്നെ നടത്തുവാൻ ശക്തനത്രേ. ഞാൻ ആവർത്തിക്കട്ടെ, ഇന്നലകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്നലകളിൽ നിർത്തിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നലേക്കാൾ നാളെ ഏറ്റവും നന്നായി നിന്നെ നടത്തുവാൻ ശക്തൻ. നിന്റെ 2012-നേക്കാൾ 2013-നേക്കാൾ അടുത്ത വർഷങ്ങൾ അധികം ശക്തിയുള്ളതാ, അധികം ശക്തിയുള്ളതാ, അധികം അധികാരമുള്ളതാ, അധികം മഹത്വമുള്ളതാ. നിന്റെ മൂർച്ച കൂടുവാൻ പോകുന്നു. നിന്റെ മൂർച്ച കൂടുന്നു. നിന്റെ വേഗത വർദ്ധിക്കുന്നു. നിന്റെ തീഷ്ണത വർദ്ധിക്കുന്നു, വർദ്ധിക്കുന്നു, വർദ്ധിക്കുന്നു. വായി തുറന്ന് ആരാധിക്കുക. അയ്യോ, ഞാൻ വെറുതെ കളയുകയല്ല. വലിയ വലിയ ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി നടക്കുക. വായി തുറന്ന് നിന്റെ മുന്നിൽ 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 എന്തോ വലുതെന്റെ ദൈവത്തിന് ചെയ്യാനുണ്ട്. നിന്റെ മുൻപിൽ എന്തോ വലുതെന്റെ കർത്താവിന് നിന്നിലൂടെ പുറത്തെടുക്കാനുണ്ട്. നിന്നിലൂടെ, നിന്റെ മക്കളിലൂടെ, നിന്റെ കൊച്ചുമക്കളിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ സഭയിലൂടെ ഇതുവരെ ദേശം കണ്ടിട്ടില്ലാത്ത, ദേശം കണ്ടിട്ടില്ലാത്ത, ദേശം കണ്ടിട്ടില്ലാത്ത, ബന്ധുക്കൾ കണ്ടിട്ടില്ലാത്ത എന്തോ വലുത് എന്റെ ദൈവത്തിന് പുറത്തെടുക്കുവാനുണ്ട്. കരങ്ങൾ അടിക്കട്ടെ, കരങ്ങൾ അടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ ക്രിയകളെ ശാസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ ബദ്ധന്മാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് വിടുതൽ. ഇന്ന് രാത്രി ഹ്യൂസ്റ്റണിൽ ബദ്ധന്മാർക്ക് വിടുതൽ. ഇരുമ്പോടാമകൾ തകരട്ടെ, താമ്രഭിത്തികൾ ഉടയട്ടെ, ചങ്ങലകൾ തകരട്ടെ, നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. വിടുതൽ, 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 വിടുതൽ. വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്. നിന്നെ പൂട്ടുന്ന സകല കൂടുകൾ ഇന്ന് രാത്രി ഉടയുകയാണ്, ഉടയുന്നു. നിന്റെ പൂട്ടിയിടുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി ഉടയുന്നു. നിന്റെ വാ തുറക്ക, സ്വർഗം തുറക്കട്ടെ. ചിലന്തി വല തകരുന്നത് പോലെ നിനക്കെതിരെ സാത്താൻ ഒളിച്ചു വച്ചിരിക്കുന്ന സകല കെണികൾ ഇന്ന് രാത്രി തകരുകയാണ്. ചിലന്തി വല തകരുന്നത് പോലെ ഈ രാത്രി ഉടഞ്ഞു മാറുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ വെള്ളിയാഴ്ച നിനക്ക് ജയത്തിന്റെ ദിവസമാണ്. ഈ വെള്ളിയാഴ്ച നിനക്ക് വിടുതലിന്റെ ദിവസമാണ്. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. Deliverance, 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 deliverance. Oh, Ram, oh, 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 Santa. Jivadarana Mountana Vana Hamsienia say, you are just coming out of your Egypt. You are just coming out of your Egypt. Ninja Misravini Purantumariga, Ninja Dukkatini Purantumariga, Ninja Pradishatini Purantumariga, Ninja Nirashini Yeshuvinam Namatil, Ni Purantumariga. എല്ലാ അന്ധകാര ക്രിയകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ശത്രുവിന്റെ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. Every unseen powers, I rebuke you right now in the name of Jesus. Every unseen power, let it go in Jesus' name. ഈ ജനത്തെ തണുപ്പിക്കുന്ന, ഈ ജനത്തെ ആത്മീയമായി തകർക്കുന്ന, ഈ ജനത്തെ അത് തണുപ്പിക്കുന്ന, തകർക്കുന്ന, കെട്ടുന്ന കെട്ടുകൾ അഴിയട്ടെ. നിർത്തല്ലേ, നിർത്തല്ലേ, നിർത്തല്ലേ. രാത്രി ഹോളിനകത്ത് കയറിയത് പോലെയല്ല നീ പുറത്തിറങ്ങുന്നേ. സഹോദരന്മാർ, 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 വായു തരുന്ന അന്യഭാഷ പറ. അന്യഭാഷ. ശബ്ദമുയർത്തി. സംഭവിക്കാം, സംഭവിക്കാം, സംഭവിക്കാം.
നിന്റെ ബന്ധുക്കൾക്ക് നീ ഒരു അത്ഭുതം, നിന്റെ ദേശക്കാർക്ക് നീ അത്ഭുതം, നിന്റെ പഴയ സുഹൃത്തുക്കൾക്കും പഴയ ശത്രുക്കൾക്കും നീ ഒരു അത്ഭുതമാ. നീ നോട്ടീസ് അടിക്കേണ്ട. അവർ പറയും നിന്റെ യേശു ജീവിക്കുന്നവൻ. അവർ പറയും നിന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം. അവർ പറയും നിന്റെ ദൈവം വിടുതലിന്റെ ദൈവം. അവർ പറയും ദൈവം നിന്നെ തൊടുക, കർത്താവ് നിന്നെ തൊടുക. ഓ ടച്ച് ടച്ച്, ഈ ജനത്തെ തൊടും പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് ചിലതിന് നീ നിനക്ക് ശാസിക്കാനുണ്ട്, ചിലതിന് നിനക്ക് ശാസിക്കാനുണ്ട്. ദേവദാസനെ ചിലതിന് നിനക്ക് ശാസിക്കാനുണ്ട്. എനിക്ക് ഓളമുണ്ട്, തിരമാല ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കല്ലേ. എനിക്ക് പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കരുത്. നിന്റെ വീട്ടിൽ നിന്റെ മക്കൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ സാത്താൻ കെട്ടിയിരിക്കുന്ന ഏതൊക്കെ കെട്ടുകളുണ്ട്, പാമ്പുകളെയും പേടുകളെയും സത്വത്തിന്റെ സകലബലത്തെ ചുവടുക. അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ വായ് തുറന്ന് അതിനെ ശാസിക്ക. Yes, 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 yes. Fire, 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 fire. ആത്മാവിന്റെ തീ ഇറങ്ങുക, ആത്മാവിന്റെ തീ ഇറങ്ങുക. വാതിറക്ക്, വാതിറക്ക്, വാതിറക്ക്. ശാസിക്ക, ശാസിക്ക. മക്കളെ ഒന്നിലും സ്ഥിരപ്പെടുത്താത്ത അന്ധകാരത്തെ ശാസിക്ക. ഭാവിക്കെതിരെ വഴിയടച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളെ ശാസിക്ക. ഓ നിന്റെ നാണം കെടുത്തുന്ന, നിന്നെ അപമാനത്തിലേക്ക് തള്ളിവിടുമെന്ന് വെല്ലുവിളിക്കുന്ന ദുർഭൂതത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്ക. മാതാപിതാക്കൾ പൊരുതട്ടെ, പൊരുതട്ടെ, പൊരുതട്ടെ. എന്റെ വീട്ടിലുള്ള ഒന്നുപോലും നരകത്തിനല്ല, എന്റെ വീട്ടിലുള്ള സകലത സ്വർഗത്തിനത്രേ. ഞാനും എന്റെ മക്കളും, ഞാനും എന്റെ കുടുംബം, ഞങ്ങൾ യേശുവിനെ സേവിക്കും. ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ യേശുവിനെ സേവിക്കും. വിട്ടുകൊടുക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ വെട്ടേണ്ടതിന് വെട്ട്, മാറ്റേണ്ടതിന് മാറ്റ്. ശക്തിയോടെ ബ്രേക്ക് ത്രൂ, വിടുതൽ നടക്കുക. ശിവന്റെ നാമത്തിൽ വിടുതൽ നടക്കാം, വിടുതൽ നടക്കാം. ക്യാൻസറസ് ഗ്രോത്തുകൾ ഇന്ന് രാത്രി അപ്രത്യക്ഷമാകുക. ക്യാൻസറിന്റെ മുഴകൾ ഇതാ 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 ഇന്ന് രാത്രി ക്യാൻസറിന്റെ മുഴകൾ യേശുവിന്റെ ശക്തിയിൽ അപ്രത്യക്ഷമാകുന്നു. ആർത്രൈറ്റിസ് യേശുവിന്റെ നാമത്തിൽ മറിയുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകുന്നു. ഇതിനകത്ത് നിൽക്കുന്ന ആരാണ്ട് പറയുന്നു ഗുളിക കഴിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഗുളിക കഴിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി നിന്റെ തല മുതൽ പാദം വരെ വ്യാപരിക്കാം. ചില രോഗങ്ങൾ പോരാട്ടങ്ങളാ കേട്ടോ, ഞാൻ വെറുതെ പറയുകയല്ല. ചില രോഗങ്ങൾ ദുരാത്മാവിന്റെ കെട്ടുകളാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവ അഴിഞ്ഞു മാറുകയാണ്. യെസ് 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 യെസ്. നിന്റെ ഡോക്ടർ അതിശയിക്കും, നീ ദൈവത്തിന് മഹത്വം കൊടുക്കും. നിന്റെ ഡോക്ടർ അതിശയിക്കും, നിന്നെ അറിയാത്തുള്ളവർ അതിശയിക്കും. നീ കർത്താവിന്റെ മഹത്വം കൊടുക്കും. അന്ന് നീ പറയണം ശനിയാഴ്ചയല്ല, ഞായറാഴ്ചയല്ല, ഓ ഈ വെള്ളിയാഴ്ച ആരംഭ രാത്രിയിൽ തന്നെ യഹോവ റാഫയുടെ ശക്തി എന്നെ തൊട്ടുകഴിഞ്ഞു, തൊട്ടുകഴിഞ്ഞു, തൊടുകയാ. ഡാമേജ് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അവയവങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക, അവയവങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഏതെങ്കിലും മകനുണ്ടോ മകളുണ്ടോ അവളെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ചെന്നല്ലേ യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമം. റൂമടച്ച് അകത്തിരിക്കുക ചിലതല്ല. ഓ പരിശുദ്ധാത്മാവിനോട് പറയുന്നു റൂമടച്ച് ഇരുട്ടറക്കകത്ത് ചിലതിരിക്കുക.
യേശുവിന്റെ നാമത്തിൽ വീട്ടിൽ ഇറങ്ങത്തില്ല, പുറത്തിറങ്ങത്തില്ല, റൂമടച്ചകത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഭൂതമാ ഇത് രാത്രി ശാസിച്ചു മാറ്റ്. വാതുറന്ന് അവന്റെ പിന്നിൽ അവളെ പിന്നിലുള്ള ദുരാത്മാവിനെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ഇവിടെ ശാസിക്കുമ്പോ അവിടെ വിടുതല, ഇവിടെ ശാസിക്കുമ്പോ അവിടെ വിടുതല. കുഞ്ഞെ ഇവിടെ ശാസിക്കുമ്പോ അവിടെ വിടുതല. ഓ ഈ രാത്രി വിടുതലിന്റെ കരവിടെ ചലിക്കുക, വിടുതലിന്റെ കരവിടെ ചലിക്കുക. ഇവിടെ വിടുതലിന്റെ കരവിടെ ചലിക്കുക, വിടുതലിന്റെ കരവിടെ ചലിക്കുക, വിടുതലിന്റെ കരവിടെ ചലിക്കുക. യേശുവിന്റെ രക്തം ചെയ്യാൻ എവിടെയാണോ നിങ്ങളുടെ രോഗം ആ സ്ഥലങ്ങളിൽ കരങ്ങളെ വെച്ചോട്ടെ. എവിടെയാണോ വേദന നിങ്ങളുടെ ആ സ്ഥലങ്ങളിൽ നിങ്ങളുടെ കരങ്ങളെ വെച്ചോട്ടെ. എവിടെയാണോ രോഗം, എവിടെയാണോ വേദന. ഒരു കൂട്ടം രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. ഒരു കൂട്ടം രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. ഈ ചെറിയ ഗ്യാതറിംഗ് എങ്കിലും ഒരു കൂട്ടം രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. അത്ഭുതങ്ങൾ ദൈവമേ, വിശ്വസ്ത കർത്താവേ, ഇത് അങ്ങയുടെ വചനമത്രേ. ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഈ ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ ശക്തികളെ, എല്ലാ ബലഹീനതകളെ സ്വർഗത്തിന് ഭൂമിക്ക് സർവാധികാരം പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. Every spirit of infirmity, I rebuke you right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബലഹീനതകളും ഇന്ന് രാത്രി ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സകല രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സകല രോഗക്കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിടുവിക്കുക, വിടുവിക്കാം ജീസസ്. സൗഖ്യമാക്കാം. വേരോടെ സകല രോഗക്കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. വേരോടെ പിഴുതു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഒരു സ്കാനിങ്ങിനെ കണ്ടുപിടിപ്പാൻ കഴിയാത്ത വിധത്തിൽ, ഒരു എക്സ്റേക്ക് കണ്ടുപിടിപ്പാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ നാമത്തിൽ ചെറിയൊരു പാട് പോലും ഇല്ലാതെ, ചെറിയൊരു സൈഡ് എഫക്റ്റ് പോലും ഇല്ലാതെ ആ രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. വിടുതലായി സ്തോത്രം. തല മുതൽ പാദം വരെ ഈ ജനത്തിലേക്ക് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കാണ്. വിടുതലായി സ്തോത്രം. നിന്റെ ജനത്തെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കാണ്. ആശീർവദിക്കുന്നു, വിടുവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രണ്ട് കരങ്ങളെ ഉയർത്തുമോ? നന്ദി പറഞ്ഞേ. മീറ്റിംഗ് തീർന്നില്ല. ഇപ്പോഴും ദൈവാത്മാ ചലിക്കുക. Keep lifting your hands. Respond to the Holy Spirit. Keep praising. കരങ്ങളെ ഉയർത്തി കണ്ണുകളടച്ച് വിടുതൽ പ്രാപിക്കാം. നന്ദി പറ. വർഷങ്ങൾ ചുമന്ന് നടന്നതെല്ലാം ഉരുകി മാറുക. വർഷങ്ങൾ ചുമന്ന് നടന്ന പലത ഉരുകി മാറുക. അപ്രത്യക്ഷമാകുക. എന്തിൽ നിന്നോ ദൈവം തന്നെ വിടുവിച്ചു. ഏതിൽ നിന്നോ ദൈവം തന്നെ വിടുവിച്ചു. മറ്റാർക്കുമില്ലാത്ത ഒരു എക്സ്ട്രാ അധികാരം ദൈവം അതിന്മേൽ നിനക്ക് തന്ന് അതിൽ കിടക്കുന്നവരെ വിടിവിപ്പാൻ ദൈവം നിന്നെ ഒരു ചാനലാക്കാൻ പോവാ. ക്യാൻസറിൽ നിന്ന് പുറത്തു വന്നത് ഇതിനകത്തുണ്ട്. ആക്സിഡന്റിൽ നിന്ന് പുറത്തു വന്നത് ഇതിനകത്തുണ്ട്. കുടുംബ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നത് ഇതിനകത്തുണ്ട്. ഏത് താഴ്വരയിൽ നിന്നാണോ ദൈവം നിന്നെ വലിച്ചെടുത്ത മലമേൽ നിർത്തിയത്, ഈ രാത്രി കർത്താവ് പറയുന്നനോ തീർന്നില്ല മക്കളെ. അങ്ങനെ കിടക്കുന്ന പൊരതിന്റെ കുരുക്ക് ഈ തലമുറയിൽ നിന്നിലൂടെ ഞാൻ അടിക്കാൻ പോവാ. നിന്നെ ഉണക്കപ്പിച്ച് അത് ഒത്തിരി നോക്കിയതാ. നിന്നിലൂടെ, നിന്റെ ഓരോ മക്കളിലൂടെ പിശാചിന്റെ ആയുധപ്പൊരെ കർത്താവ് തകർക്കുന്ന ഒരു സീസണായത് ഞാൻ ആവർത്തിക്കുന്നു. നിന്നിലൂടെ നിന്റെ കുടുംബത്തിലുള്ള ഓരോ കുഞ്ഞുങ്ങളിലൂടെ സാത്താന്റെ ആയുധപ്പുരയെ കർത്താവ് തിരിച്ചു തകർക്കാൻ പോവാ. ആയിരങ്ങളെ വിടിവിപ്പാൻ നീ വിടിവിക്കപ്പെട്ടു. ആയിരങ്ങളെ വിടിവിപ്പാൻ നീ വിടിവിക്കപ്പെട്ടു.
അടുത്ത് നിൽക്കുന്നവരെ മറക്കാം. 60 സെക്കൻഡ് കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ മാറുവോട് ചേർത്ത് വെച്ചാട്ടെ. കുഞ്ഞുങ്ങൾക്കല്ലേ? Keep your both hands upon your chest. നിന്നിലൂടെ ഒരു വിടുതലുണ്ട്. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്നിലൂടെ ഒരു വിടുതലുണ്ട്. ഏറ്റെടുക്കുക. വിശ്വാസത്താൽ അത് കണ്ടാട്ടെ. ഒരു കാലത്ത് നീ പ്രശ്നത്തിൻ്റെ ചാനലായിരുന്നെങ്കിൽ, കണ്ണുനീരിൻ്റെ ഒരു വ്യക്തിയെങ്കിൽ, തുടർന്നുള്ള നാളുകൾ നീ ഒരു വിടുതലിൻ്റെ ചാനലത്ര. ഹൃദയത്തിനാഴത്തിൽ നിന്ന് എത്ര പേർ പറയും, യേശുവേ, ഈ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ തലമുറയ്ക്ക് എന്നിലൂടെ വലിയൊരു വിടുതലുണ്ട്. എല്ലാ കണ്ണുകളടച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു ആർക്കോ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് രാത്രി ആ യേശുവിനെ എന്നെ രക്ഷകനായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലെ രക്ഷകനായി കർത്താവ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ ലജ്ജിക്കാതെ കരങ്ങൾ ഉയർത്തിയാട്ടെ. ലജ്ജിക്കാതെ കരങ്ങൾ ഉയർത്തിയാട്ടെ. നന്നായി ലജ്ജിക്കാതെ കരങ്ങൾ ഉയർത്തിയാട്ടെ. നന്നായി ആ കരങ്ങൾ നന്നായി ലജ്ജിക്കാതെ ഉയർന്നിരിക്കട്ടെ. യേശുവിനെ ഇന്ന് രാത്രി I'm accepting Lord Jesus as my Lord and personal Savior. Such people, don't, without having any hesitation, keep lift your hands. അങ്ങനെയുള്ള ദൈവം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിൻ്റെ രക്തത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ കഴുകിയാട്ടെ. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തുന്നവർക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ ഇവരെ കഴുകിയാട്ടെ. ജീവന്റെ പുസ്തകത്തിലുള്ള പേരുകൾ അവിടെ നിന്ന് എഴുതിയാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഹൃദയങ്ങളെ തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. കർത്താവ് ഇവിടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവേശിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ. ഈ കൈ ഉയർത്തിയ വിലയേറിയ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോയി നിങ്ങളുടെ ഡയറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ എഴുതുക. ഇന്ന് എത്രയാണ് ഡേറ്റ് അങ്ങൾ? നവംബർ മാസം 8th of November 2013. I accept Jesus as my Lord and personal Savior. ഇന്ന് രാത്രി യേശുവിനെ ഞാൻ രക്ഷകന കർത്താവായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. വിടിവിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കണം, ഏതോ ചർച്ച നിറയ്ക്കാനല്ല, ഏതോ ദശാംശം കൊടുക്കാൻ, സ്തോത്രക്കാഴ്ച കൊടുക്കാനല്ല ദൈവം നിന്നെ വിടിവിച്ചത്. നിന്നെ ഏതായുധമെടുത്ത് പന്ന പിശാച് തകർക്കാൻ നോക്കിയോ, അവൻ്റെ തന്ത്രത്തിൽ കിടക്കുന്ന ആയിരങ്ങളെ വിടിവിക്കപ്പെടാനായി ദൈവം നിന്നെ വിടിവിച്ച്. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിന്റെ സർവൈവലിന് വേണ്ടിയല്ല ദൈവം നിന്നെ വിടിവിച്ചതിനോ, അതൊരു പാർഷ്യൽ ഗോസ്പലാ. ഫുൾ ഗോസ്പൽ എന്ന് പറയുന്നത്, നീ വിടിവിക്കപ്പെട്ടത് പാർഷ്യൽ ഗോസ്പലാ. ഫുൾ ഗോസ്പൽ എന്ന് പറയുന്നത് നിന്നിലൂടെ മറ്റുള്ളവർ വിടിവിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. അഭിഷേകമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. കൈയടിച്ച് എനിക്കുണ്ട് പാസ്റ്ററേ എന്ന് പറയാൻ, കൈയടിച്ച് ഞായറാഴ്ച തോറും എനിക്ക് അന്യഭാഷ ഉണ്ടെന്ന് പറയാനല്ല അഭിഷേകം. നിങ്ങൾ കൈയടിച്ചു, താങ്ക്സ്. നാളെ കൈയടിക്കണം, മറ്റന്നാൾ കുറച്ചുകൂടെ നന്നായിട്ട് അടിക്കണം. പക്ഷേ എനിക്ക് ഞായറാഴ്ച അന്യഭാഷ പറയാൻ ഉണ്ട് എന്ന് പറയാനല്ല അഭിഷേകം. അന്യഭാഷ ഞായറാഴ്ച പറയാനല്ല അഭിഷേകം. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ അത്ര അഭിഷേകം. രാത്രി മുതൽ ദൈവസന്നിധിയിൽ ആ പ്രകാരം പ്രാർത്ഥിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ഒരു വിടുതലിന്റെ സൈന്യമായി ദൈവത്തിന്റെ കൃപയിൽ നിന്നാട്ടെ. ഈ തലമുറയിൽ നമ്മൾ പാടിയാൽ വിടുതലാണ്, സാക്ഷി പറഞ്ഞാൽ വിടുതലാണ്, ഏത് ചർച്ചിൽ കടന്നു വന്നാൽ വിടുതലാണ്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ വലിയ കൂട്ടമായിട്ട് ചെറിയവൻ ഡസന്റ് മാറ്റർ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വിടുതലിന്റെ ശുശ്രൂഷയാണ്. ആത്മാക്കൾ വിടിവിക്കപ്പെടുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളോട് ചോദിച്ചാൽ പലരും രോഗസൗഖ്യം പ്രാപിച്ചു എന്ന് പറയാൻ കഴിയാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവിനെ സൗഖ്യമാക്കിയ? സൗഖ്യമായ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. രാത്രി യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്നവരെ കരങ്ങൾ ഉയർത്തിയാട്ടെ.
ചില പ്രിയപ്പെട്ടവരെ കാണാം. സ്തോത്രം. ഇത് രാത്രി ഇടയ്ക്കിടയ്ക്ക് ജോൺസണുകൾ നന്നായിട്ട് സ്വന്തം പറയുന്നത് തീർന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി സമയം തീർന്നെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. സ്തോത്രം. നാളെ ആരും ഒറ്റയ്ക്ക് വരുന്നത് 5 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. ഇന്ന് ഈ വർക്കിംഗ് ഡേയിൽ നിങ്ങൾ കടന്നു വന്നു. 20 മിനിറ്റേ ഞാൻ ലേറ്റായുള്ളൂ. ഇന്ന് നാളെ സമയത്തിന് നിർത്താൻ ശ്രമിക്കും. സ്തോത്രം. അതെ, ഈ ദൂതിൻ്റെ അടുത്ത ഭാഗം നാളെ നമ്മൾ കേൾക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.